ഹലോ. ശനിയാഴ്ചകളിലും ഉണ്ടായിട്ടില്ല. മാഷല്ലാ അൽഹംദുലില്ലാ പറയുന്നു. കേൾക്കും പറയാൻ വരുന്നത് നിങ്ങളോട് കേൾക്കുന്നുണ്ടാവും ഒരു ഹോപ്പ് നമുക്ക് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് നിർത്തി വെച്ച് പോലെ ഒന്ന് ഒരു അപ്ഡേറ്റ് ചെയ്യാം. മറ്റു തിരക്കുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി മാറിയിട്ടല്ലേ? ഹാപ്പിയാണ്, നിങ്ങളും ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങളെ സെൽഫിനടുത്ത് പറയാം. ഓക്കെ, കുറെ ആളുകൾ ഇപ്പൊ പല ജോലിയിൽ പെട്ടവരുണ്ട്. ചിലപ്പം ബിസി ആയിട്ടൊന്നും ആവില്ല, വെറുതെ ഫോണും അല്ലാത്ത കാര്യങ്ങളിൽ ബിസി ആവും, ഫീൽ ആവുന്നവരുണ്ടാവും. അതൊന്നും ഇല്ലാതെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളുടെ സെൽഫിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വന്നതല്ലേ. അതിന് ആദ്യം തന്നെ നിങ്ങളുടെ സെൽഫിനെ appreciate ചെയ്യുക. ആരാണ് ഒന്നുകൂടെ പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം. എന്തിനെ ബാക്കിയായി പർപ്പസ് എന്താണ്? നമ്മളെ ക്വസ്റ്റ്യൻ അത് ലൈഫിന്റെ പർപ്പസ് എന്താണ്? അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം, പാഷൻ കണ്ടെത്തണം. പക്ഷെ അത് നമുക്ക് എല്ലാവരും കണ്ടെത്തണം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഹൗ, എങ്ങനെ കണ്ടെത്തും, എന്താണത് എന്നുള്ള ആരും പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മൾ കുറച്ച് ചെയ്ത് പറയുന്നത്. ഇവിടെ നമ്മൾ കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട്. അപ്പൊ അവരെ വെൽക്കം ചെയ്യണം, കയ്യിലേക്ക് നമ്മുടെ പാർട്ട് കൂടെ നിൽക്കാം. വീഡിയോ കോളിൽ കേട്ടോ പറയാം. ആ മിസ്ന കട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അടുത്ത വീക്ക് ആകുമ്പോഴേക്ക് റെഡി ആവും. വൈഫൈ ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. മിസ്നന്റെ വീട്ടിൽ നമ്മളെ ഒരു ടീം മെമ്പറിന്റെ വീട്ടിൽ ചെറിയ വൈഫൈ ഇഷ്യൂ ഉണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. സോറി ഫോർ ദാറ്റ്. അപ്പം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാരും കഴിയുന്നവരൊക്കെ ഒന്ന് സോറി. എല്ലാരും സോറി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ? അല്ല മിസ്ന, നിങ്ങള് സംസാരിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല. നമുക്ക് കഴിയുന്നു പെട്ടെന്ന് തന്നെ ഇത് ആണോ? റെഡി ആക്കണം നമ്മുടെ വൈഫൈ. തിങ്കളാഴ്ച സെറ്റാണ്. ഇൻഷാല്ലാ തിങ്കളാഴ്ച പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ജോയിൻ ചെയ്തതിന് നന്ദി പറയാണ്. 24 ആൾക്കാർ ഇപ്പം കറന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഫസ്റ്റ് സംസാരിച്ചപ്പോൾ ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, അതിന് സോറി. നമ്മൾ ഫോർഗിനസ് ചോദിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ക്ലിയർ ചെയ്യും. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന പോലെ ഏഹ്, ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഹഫ്സൽ മാജിദ്, കോഴിക്കോടാണ് ദേവികയൊന്നും സ്ഥലം. ചോദിക്കല്ലേ? ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. കമന്റിൽ ടൈപ്പ് ചെയ്തോളൂ. എനിക്ക് പേര് വായിക്കരുത്. ഫാത്തിമ തൃശൂർ, റിസ്വാൻ മലപ്പുറം, സിയാദ് കാസർഗോഡ്, മുബീന മലപ്പുറം, നഷ്വ തൃശൂർ, ഷമീമ മലപ്പുറം, ഷഹനാസ് എറണാകുളം, ഇന്ദു എറണാകുളം, ഷഹന കണ്ണൂർ, റഫീസ് കൊടുങ്ങല്ലൂർ, ഫാസി കാലിക്കറ്റ്, ലാക്സ് തൃശൂർ. അസ്ലാം കണ്ടല്ലോ. മലപ്പുറം, സതീഷ് ട്രിവാൻഡ്രം, സലഹ ബീഗം മലപ്പുറം, റസിയ മലപ്പുറം, ഉദയിൽ കേസെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആയിരിക്കില്ലേ? കാസർഗോഡാണോ? ഖാദർ കണ്ണൂർ, അവർക്കുണ്ട്. ഹിബ കാലിക്കറ്റ്, മുർഷിദ മലപ്പുറം, ഉദയിൽ യെസ് സൗദി ആണല്ലേ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ഇവിടെ ഏതായാലും ഒരാള് ഇന്ന് GCC കൺട്രീസിൽ നിന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഒന്നും കൂടെ ഇവിടെ ഇപ്പം കറന്റ് 30 ആൾക്കാരെ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഏതായാലും സലാ പെരിന്തൽമണ്ണ മലപ്പുറം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഒന്നുകൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്റെ പേര് ഹഫ്സൽ മാജിദ്. വീട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോടാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചെറിയൊരു മെഡിറ്റേഷനിൽ സ്റ്റാർട്ട്. എന്റെ വോയിസ് ക്ലിയർ ആണോ മിസ്ന? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. കാതർക്കാ സെറ്റ് അല്ലേ? ചെറിയൊരു മെഡിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക് ഒന്ന് നോക്കാം.
കൃഷ്ണ മ്യൂസിക് ഓക്കെ ആണോ? കൃഷ്ണ, കൃഷിത, അസ്ലാം മാം മ്യൂസിക് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും ഒന്ന് മ്യൂട്ടാക്കണേ കഴിയുന്നിടത്തോളം. ഇടയിൽ സൗണ്ട് വന്നാലും ബുദ്ധിമുട്ടാണ്. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതു കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കണം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം.
ആഡംബര സൗകര്യങ്ങളോട് കൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നു. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി കാണിക്കുന്നു. ആദ്യമായി ഇന്ന് കിടന്നുറങ്ങിയ ബെഡിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാണാനുള്ള കഴിവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കേൾക്കാനുള്ള കഴിവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശ്വസിക്കാനുള്ള കഴിവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രുചിക്കാനുള്ള കഴിവിന് ഞാൻ നന്ദി പറയുന്നു. ഓരോ കാര്യങ്ങളും തൊട്ടു മനസ്സിലാക്കാനുള്ള കഴിവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ തലച്ചോറ്, എൻ്റെ ഹൃദയം, എൻ്റെ കിഡ്നി, എൻ്റെ ലങ്സ്, എൻ്റെ വൻകുടൽ, ചെറുകുടൽ, എൻ്റെ കൈകളും കാലുകളും, അങ്ങനെ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു.
എൻ്റെ ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തത്തിന്, ഓരോ തുള്ളി രക്തത്തിനും എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയും. ഇന്ന് കഴിച്ച ഭക്ഷണത്തിനും കുടിച്ച വെള്ളത്തിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കിടന്നുറങ്ങുന്ന എൻ്റെ വീടിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ജ്യേഷ്ഠൻ, ജ്യേഷ്ഠത്തി, അനുജൻ, അനുജത്തി തുടങ്ങി എല്ലാ കുടുംബക്കാർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ കൂട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇതുവരെ വിദ്യ അഭ്യസിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. എനിക്കുള്ള വിദ്യാഭ്യാസത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്ത ബിസിനസ്സുകൾ, ജോലികൾ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലത്തിൽ ചെയ്തിരുന്ന ജോലികൾക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി രേഖ. എൻ്റെ വീട്ടിലെ വാഹനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും ഞാൻ നന്ദി പറയുന്നു. പലരും എൻ്റെ ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഞാൻ നന്ദി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ രേഖപ്പെടുത്തുന്നു. പലരും സ്വപ്നമായി കാണുന്ന ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരുള്ള ഈ ലോകത്ത് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതൊന്നും വില കൽപ്പിക്കാതെ എൻ്റെ ജീവിതത്തിലെ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൽ ഞാൻ എന്നോടും എൻ്റെ മനസ്സിനോടും മാപ്പ് അപേക്ഷിക്കുന്നു. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ
പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. ഇസ്ലാമ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇസ്ലാമ വീഡിയോ മോഡ് തന്നെ ആയിരുന്നു അല്ലേ? താങ്ക് യു. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിക. ശേലാമ നമുക്കുണ്ടല്ലോ. ഓക്കെ, ഏതായാലും താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്നത് ഓടിവിടെ അല്ലേ വിഷ്ണ? ഓക്കെയാ, ഞാൻ സിസ്റ്ററാന്ന് ഉദ്ദേശിക്കുന്നത്, മഹാസിനത്തെ. അല്ല അല്ല, ആണ് അതെ അതെ അതെ, സിസ്റ്ററാണ്. മൂന്നാൾക്കാർ ഒരേ വീട്ടിലെ മക്കളുണ്ട് കേട്ടോ ഇവിടെ. മാഷാ അല്ലാ. ഏതായാലും എല്ലാവർക്കും മെഡിറ്റേഷൻ കണക്ട് ആയിരുന്നോ? ഇനി എല്ലാവരും വീഡിയോ ഒക്കെ ഓഫാക്കി അവിടെ വർക്ക് ചെയ്യായിരുന്നോ അറിയില്ല. ഏതായാലും ഇവിടെ ഇപ്പം കാതർക്കുണ്ട്, 36 ആൾക്കാരെ കാണുന്നുണ്ട്. ശൈല മാം, താങ്ക് യു സോ മച്ച്. കാദർ സാറ് നമ്മളെ ആക്റ്റീവ് മെമ്പറാ, സാറിനെ പിൻ ചെയ്തതാ. ഓക്കെ, ഏതായാലും എല്ലാവരോടും ഇവിടെ 35-36 ആൾക്കാരെ കാണുന്നുണ്ട്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം നമ്മൾ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാനായാലും ജഡ്ജ് ചെയ്യാനായാലും ഒക്കെ ഇവിടെ വന്നിരിക്കാൻ ഒരു മൈൻഡ് കാണിച്ചതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളിപ്പോ ഒരുപാട് നന്ദി പറഞ്ഞപ്പോ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. നന്ദിന്റെ ഒരു പൂരക്കളിയാണ്. ഇനിയും നന്ദി പറഞ്ഞു കഴിഞ്ഞാല്. ഏതായാലും താങ്ക് യു സോ മച്ച്. നമ്മളൊരു നന്ദിന്റെ ഒരു പ്രതീകമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരായി മാറുക ഓരോരുത്തരും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ സമയത്തും നന്ദിയിൽ ജീവിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്, അൽഹംദുലില്ലാഹ്, ശുക്രൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ടോപ്പിക് ആയിട്ട് പറഞ്ഞിരുന്നത്, ആർക്കെങ്കിലും അറിയോ ഇന്നത്തെ ടോപ്പിക് എന്താന്ന്? ഈ ആൾക്കാർ ലിങ്ക് കണ്ടപ്പോ ഓടി വന്ന് കയറിയായിരിക്കും. എന്താ ടോപ്പിക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഏതായാലും ഞാൻ തന്നെ പറയാം, അധികം ആൾക്കും അറിയണ്ടാവില്ല. നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. ചില ആളുകൾക്ക് അത് പാഷനാന്ന് അറിയണ്ടാവും, ചില ആളുകൾക്ക് അത് അറിയണ്ടാവില്ല. ആ പാഷനെ എങ്ങനെയാണ് നമ്മളുടെ പ്രൊഫഷൻ ആക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു കരിയർ ആക്കി മാറ്റുക. ആ കരിയർ ത്രൂ എങ്ങനെയാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് 3 Pന്റെ പാഷൻ, പ്രൊഫഷൻ, പ്രോഫിറ്റ്. ഈ 3ഉം കിട്ടിക്കൊണ്ട് തന്നെ ആ ജീവിതത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പേർപ്പസ് ഉണ്ട് അല്ലെ? എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പേർപ്പസ്. ആ പേർപ്പസ് ഫുൾഫിൽമെന്റും കൂടെ ഈ ഒരു പാഷൻ ത്രൂ കണക്ട് ചെയ്തുകൊണ്ട് ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യല എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പം ആർക്കെങ്കിലും അവരുടെ പാഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഏകദേശം ഒരു ഐഡിയ അല്ലേ അവർക്ക്? ഏറ്റവും പാഷൻ എന്ന് പറയാൻ, പാഷൻ എന്താണെന്നുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണെന്നാണ് പറയാം. നമുക്കത് ചെയ്യുമ്പം ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും. ദാറ്റ് മീൻസ് എത്ര സമയം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിൽ ഇപ്പം രാവിലെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്തായിരിക്കും അറിയോ? അവർ കിടന്നുറങ്ങുന്ന സമയത്തും അവർ ചിന്തിക്കുക, രാവിലെ എണീച്ചാൽ ഇപ്പൊ ഇനി പുതിയ എന്താ ചെയ്യാ, പുതിയ എന്താണ് കൊണ്ടുവരിക, പുതിയ എന്ത്
ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ അല്ലെങ്കിൽ നമ്മളുടെ മേഖലയായി ബന്ധപ്പെട്ടിട്ട് എന്ത് പുതിയ കാര്യമാണ് നമുക്ക് ഒന്ന് ക്രിയേറ്റിവിറ്റി വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുക എന്നുള്ള രീതിയിലായി കിടന്നുറങ്ങുക. രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഉന്മേഷത്തോടു കൂടി യെസ്. അല്ലാത്ത പാഷനേറ്റ് ആയിട്ട് അല്ലാത്ത ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ പ്രത്യേകത എന്താ എനിക്കറിയോ? രാവിലെ എണീക്കുമ്പോ തന്നെ ഇന്നിപ്പോ ജോലിക്ക് പോണം, അല്ലെ ഇന്നിപ്പോ ബിസിനസ് ചെയ്യാൻ പോണല്ലോ, ഇഷ്, ഇനിയിപ്പോ വൈകുന്നേരം 5 മണി ആവണല്ലോ ഇപ്പൊ ഇനി വീട്ടിൽ തിരിച്ചെത്തണമെങ്കിൽ, അങ്ങനെ വിചാരിച്ച് എണീക്കുന്നവരുണ്ടാവും കുറെ ആൾക്കാർ. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, അവരെ പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡിലല്ല വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ചില ആളുകള് സമയം പോകുന്ന അറിയ പോലും ഇല്ല. ദാറ്റ് മീൻസ് അവർ ആ മേഖലയിൽ ഫുൾ ടൈം ആണെങ്കിലും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കും. ചില ആളുകൾ ഇങ്ങനെ 5 മിനിറ്റ് കൂടും ഇങ്ങനെ സമയം നോക്കും, "നീ ആയോ, പോവാനായോ പോവാനായോ". ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഇഷ്ടപ്പെടാത്ത ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അടിപൊളി ദിവസം ഏതായിരിക്കും അറിയോ? വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പൊ ശനി ഞായർ ലീവുള്ള ആൾക്കാർക്കാണെങ്കിൽ വെള്ളിയാഴ്ച, ഞായറാഴ്ച ലീവുള്ള ആൾക്കാരാണെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും ഭയങ്കര ഇഷ്ടം, ഏറ്റവും അടിപൊളി ദിവസം. കാരണം എന്താ? ആ, നാളെ ലീവാണല്ലോ. അന്ന് ശനിയാഴ്ച എണീക്കുമ്പോൾ തന്നെ ആ ഒരു ഉന്മേഷം ഉണ്ടാവും. നാളെ ഇപ്പൊ ലീവ്, വായിച്ചപ്പോ ലീവാണല്ലോ, എന്താ ചെയ്യാ. ആ ഒരാഴ്ച മുഴുവൻ ഞായറാഴ്ച എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ടൈം ആലോചിക്കും. ദാറ്റ് മീൻസ് വർക്കുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെങ്കിൽ പോലും അവരുടെ ചിന്ത ഉണ്ടാവുക ഫ്രീ ടൈം എന്നുള്ള ഒരു ചിന്ത. ഫ്രീ ടൈമിൽ എന്ത് ചെയ്യും, ഏത് സിനിമ കാണും, ആരാ പോയി മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഫുട്ബോൾ കളിക്കോ, ക്രിക്കറ്റ് കളിക്കോ, അല്ലെ ഗെയിം കളിച്ചിരിക്കോ, അല്ലെ സിനിമ കണ്ടിരിക്കോ, അങ്ങനെ ആലോചിച്ച് ആ സമയം ആ ലീവുള്ള ദിവസത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളോ ആയിക്കഴിഞ്ഞാല് അവർക്ക് ലീവ് എന്നൊന്നും ഉണ്ടാവില്ല. ഞായറാഴ്ചയും വർക്കിംഗ് ആയിരിക്കും, ശനിയാഴ്ചയും വർക്കിംഗ് ആയിരിക്കും, ഏത് സമയത്തും അവരിതിങ്ങനെ. കാരണം എന്താണ്? അവര് വർക്ക് ചെയ്യല്ല ആ മേഖലയിൽ, അവർ ഇഷ്ടത്തോടെ അവരുടെ ഒരു എൻജോയ്മെന്റ് കണ്ടെത്താണ്. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരിക്കലും അതൊരു പ്രൊഫഷൻ അല്ല. ദാറ്റ് മീൻസ് പാഷനെ പ്രൊഫഷൻ ആക്കി മാറ്റിയ ആളാണ്. അവർക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യാണ്, മാനസികമായിട്ട് ഭയങ്കര സന്തോഷവും എല്ലാ ടൈപ്പ് ഓഫ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ കളിക്കുക എന്ന് പറയുമ്പോൾ. ഇതേപോലെ തന്നെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും, വരയ്ക്കുന്ന ആൾക്കാർ, രാത്രി നട്ടപ്പാതിരൊക്കെ ഇരുന്നിട്ട് വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, എഴുതുന്ന ആൾക്കാരുണ്ടാവും, വായിക്കുന്ന ആൾക്കാരുണ്ടാവും, പാട്ട് പാടലായിക്കോട്ടെ. അത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മേഖലയിൽ പലർക്കും പല ടൈപ്പ് ഓഫ് പാഷനാണ്. എൻ്റെ ഒരു പാഷൻ ഞാനിപ്പോ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ പറഞ്ഞിരുന്നു. എൻ്റെ വൺ ഓഫ് ദി പാഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരുപാട് ആളുകളെ, മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇൻവൈറ്റ് ചെയ്യും, എന്തെങ്കിലും നല്ലൊരു കാര്യം അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ. മീൻസ് ഇപ്പോ കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊടുക്കലായിരിക്കും, അവരെ ട്രീറ്റ് ചെയ്യലായിരിക്കും. അതെന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുടുംബത്തിലോ നാട്ടിലോ എവിടെയെങ്കിലും ഒരു കല്യാണം വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, കല്യാണം എന്ന് പറഞ്ഞാൽ ഓൾക്ക് ചിലപ്പോൾ ഓരോ വീട്ടിലെ കല്യാണത്തിന് സന്തോഷം, എനിക്ക് അതിൽ വലിയ സന്തോഷമായിരിക്കും. അവിടെ പോയാൽ ഇപ്പൊ സപ്ലൈയിലൊക്കെ കൂടാലോ, മീറ്റിംഗ്സിലൊക്കെ അവരെ മീറ്റ് ചെയ്യാനും കാര്യത്തിലൊക്കെ ഇൻവോൾവ് ആവാലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ആവേശമായിരിക്കും. ഇതേപോലെ എനിക്ക് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ 38 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരോടും എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പെയ്ഡ് സെഷൻ ഒന്നും അല്ലെങ്കിൽ പോലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, സ്വന്തം പാഷൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു മേഖല. ഞാനിപ്പോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് പ്രൊഫഷൻ ആക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഓരോരുത്തരും സ്വയത്തെ പറ്റി അനലൈസ്, എപ്പോഴെങ്കിലും അധികം ആൾക്കാർക്കും അതിന് സമയം കിട്ടാറില്ല. സമയം കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വയത്തെ പറ്റി ചിന്തിച്ച സമയത്ത് ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദാറ്റ് മീൻസ് മേഖല ഇപ്പൊ ഒരു കരിയർ തന്നെ ആയിക്കോളുന്നില്ല കേട്ടോ. വരയ്ക്കലായിക്കോട്ടെ, പാട്ട് പാടലായിക്കോട്ടെ, പാട്ട് കേൾക്കലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ യാത്ര ചെയ്യലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പം എല്ലാവരും ഒന്ന് ഒരുങ്ങുന്നുണ്ട് ഇനിയിപ്പൊ എന്ത് ഉത്തരം ഞാൻ പറയാന്നുള്ള രീതിയിൽ. ചില ആൾക്കാർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, അല്ലാത്തവര് മാത്രമേ ഒരു ഓക്കെ. അല്ല, ഞാനേ ലൈവായിട്ട് തന്നെ ചോദിക്കാം. ഇത് കമന്റിലല്ല കേട്ടോ, കമന്റില് മതിയോ? കമന്റിൽ ചോദിക്കില്ല, എന്നാല് എന്തെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടാകണ്ട. ആയിക്കോട്ടെ. അല്ല അല്ല, ഓരോ കമന്റിൽ എല്ലാവരും ഒന്നും ടൈപ്പ് ചെയ്യൂല. ഞാൻ ഏതായാലും ഓരോരുത്തരെ വിളിക്കാൻ പോവാ. മുർഷിദ, നിങ്ങൾ പറഞ്ഞോളൂ ഫസ്റ്റ്. ഞാൻ ആരെയും സ്പെഷ്യൽ ആയിട്ട് മിസ്സിസ് അങ്ങനെ ഒന്നും വിളിക്കില്ല കേട്ടോ, പേര് വിളിക്കുകയാണ് ചെയ്യുന്നത്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. പ്രായത്തിന് മൂത്ത ആൾക്കാരെന്നാണെങ്കിൽ മുർഷിദ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? നിങ്ങളത് എനിക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കളിക്കലല്ലേ. തമാശ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിലേറെ ഇഷ്ടം ഒന്നും കൂടി യാത്ര ചെയ്യാൻ. യാത്ര ചെയ്യാൻ അല്ലേ?
ഓക്കെ, താങ്ക് യു. ഡോക്ടർ അസ്ല. എനിക്കിഷ്ടം ഒരു ഹീലർ ആവുക. ഹീലർ. ഓക്കെ ഓക്കെ, സൈക്കോളജി കൗൺസിലിംഗ് ഹീലർ. താങ്ക് യു മാം. ഫാസി ഫാസ്. ഫാസി ഫാസ് പറയാൻ പറ്റുമോ? ഷഹല മാം. ഹലോ. പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടം കുറച്ചുകൂടെ ടീച്ചിങ്ങിലും അതുപോലെ ഇതേപോലെ ഹീലർ ആവാനും താല്പര്യമുണ്ട്. പെയിന്റിങ്. ഓക്കെ മാം, താങ്ക് യു. നമ്മുടെ 6th ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ചേട്ടൻ. ഓൾറെഡി ഒരു ടീച്ചറാണ്. താങ്ക് യു. ഖാദർ സാർ. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് ഇട്ടുപോയി കേട്ടോ, സോറി. സാമൂഹ്യ പ്രവർത്തനം, സോഷ്യൽ വർക്ക്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. കാരണം എന്താണെന്നറിയോ, ഒരു സാമൂഹ്യ പ്രവർത്തകന് ഒരു ടീച്ചർ ആവാ, ഒരു നല്ല മെന്റർ ആവാ, ഒരു നല്ല ഹീലർ ആവാ, ഒരു നല്ലൊരു എല്ലാ മേഖലയിലും ശോഭിക്കാൻ പറ്റുന്ന ഒരു സംഭവം തോന്നുന്നത് ഈ സാമൂഹ്യ പ്രവർത്തകൻ അല്ലേ? അതെ അതെ, സത്യമാണ്. അതെ, എനിക്കത് അങ്ങനെ ഭയങ്കര ഇഷ്ടം. പക്ഷെ വലിയ പണിയാവത്തത്. അല്ലല്ല, അത് ഒരു 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 കാര്യം സംഭവിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില ആളുകളുടെ സോഷ്യൽ വർക്ക് എന്നുള്ളത്, ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്റെ ഭാഗത്തിലും സോഷ്യൽ വർക്ക് വൺ ഓഫ് മൈ പാഷൻ ആണ്. പക്ഷെ അത് ചില ആളുകൾ പ്രൊഫഷൻ ആക്കി മാറ്റുന്ന സമയത്ത് ഒരു കുടുംബം ചിലപ്പോൾ അതിന്റെ ബാക്കിൽ ജീവിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ആ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷൻ നമ്മൾ വേറെ തന്നെ കണ്ടിട്ട് ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുക, ഫുൾ ടൈം സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ പിന്നെ അതിൽ നിന്ന് വരുമാനം സാലറി തരാൻ ഏതെങ്കിലും ഓർഗനൈസേഷനോ ഏതെങ്കിലും ട്രസ്റ്റോ വേണം നമുക്ക്. ഇപ്പം ഞാനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഏറ്റവും ഫേമസ്, ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറാണ് ആര്? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ് രത്തൻ ടാറ്റ. രത്തൻ ടാറ്റ മൂപ്പരുടെ 66% ദാറ്റ് മീൻസ് വരുമാനവും ഓൾറെഡി ട്രസ്റ്റിന് വേണ്ടി എഴുതി വെച്ചതാണ്. ടാറ്റ ട്രസ്റ്റിന് വേണ്ടി എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് ഒരുപാട് സ്കൂളുകളും ഒരുപാട് സംഭവങ്ങൾ ഗവൺമെന്റിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും ഫെസിലിറ്റീസ് രത്തൻ ടാറ്റന്റെ ടീം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ടാറ്റ ട്രസ്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെന്താണ്, ആൾക്ക് ഒരുപാട് കമ്പനികൾ ഓൾറെഡി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷെയർ മാർക്കറ്റിൽ തന്നെ 16ഓളം കമ്പനികൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് ടാറ്റ കമ്പനീസിന്. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ആയിക്കോട്ടെ, ടാറ്റ സ്റ്റീൽ ആയിക്കോട്ടെ, TCS ആയിക്കോട്ടെ, ഇപ്പം ടാറ്റ കോഫി ഒക്കെ, ഒരുപാട് കമ്പനികൾ. ഇപ്പം നമ്മളെ സുഡിയോ അല്ലേ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കമ്പനികൾ ഉണ്ട് ടാറ്റ ട്രസ്റ്റിന്. അപ്പോൾ നമ്മൾ ശരിക്ക് ടാറ്റനെ പോലെ ആവണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സോഷ്യൽ വർക്ക് പാഷൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും മറ്റേതെങ്കിലും ഒരു ഫീൽഡിൽ നിന്ന് വരുമാനം, ഒരു 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 ഏരിയ മാത്രമല്ല പാഷൻ ഉണ്ടാവും. പാഷൻ നമുക്ക് പല സമയത്തും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഏരിയ, നമ്മളിപ്പോ സോഷ്യൽ വർക്ക് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് വരുമാനം വരുന്നത് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയായി പോകും. സ്വന്തം കുടുംബത്തിനെ നോക്കാണ്ട് മറ്റുള്ളവരെ നോക്കാൻ പോയാൽ അതും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഞാൻ ഒരിക്കലും ഖാദർ സാറിനോട് പറഞ്ഞതല്ലോ, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. സോഷ്യൽ വർക്ക് ഇഷ്ടമല്ല, ഞാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ എന്നെയും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അല്ല, അത് യാഥാർത്ഥ്യമാണ്, അതാണ് സത്യം, അങ്ങനെ ആയിരിക്കണം. അതെ അതെ അതെ, താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. അടുത്തത് മുഹമ്മദ് സിയാദ്. ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് ആണ്, ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. മുഹൈസിന മാം പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ട്. എനിക്ക് ട്രാവൽ ചെയ്യാനും അതുപോലെ മറ്റൊരാളെന്തെങ്കിലും വിഷമം പറയുമ്പോൾ അത് കേട്ടിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. താങ്ക് യു താങ്ക് യു. ഒരുപാട് ഹീലേഴ്സ് ഉണ്ട് ഇവിടെ, നമുക്കൊരു ഹീലേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. മുബീന മാം. എനിക്കിഷ്ടം, കേൾക്കുന്നില്ലേ? സൗണ്ട് ഇപ്പൊ കേൾക്കട്ടെ, പറഞ്ഞോളൂ. എനിക്ക് മക്കളെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിങ്ങനെ സംസാരിച്ച് പോകാനാണ് ഇഷ്ടം. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സുകളായിട്ട് കിടക്കി ഇങ്ങനെ കൂടാറുണ്ട് ഫ്രണ്ട്സിലെ വീട്ടിൽ. അപ്പൊ അങ്ങനെ അവരെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മാം, അത് ലാസ്റ്റിലേക്ക് പറഞ്ഞത് ക്ലിയർ ആയില്ല. മിസ് അങ്ങ് ക്ലിയർ ആയിരുന്നോ? ഇപ്പൊ എന്റെ ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ?
ഹലോ എന്തും കേൾക്കുന്നുണ്ടോ? സെൻഡ് ചെയ്യണ മനസ്സിലായി. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ മാം പറഞ്ഞോളൂ. സൗണ്ട് കുറവാണോ ഇപ്പൊ ഓക്കെയാണ്. പഠിച്ചോനെ? ഇപ്പൊ ഓക്കെയാണ്. നേരത്തെ എന്തോ ഒരു സൗണ്ട് കുറവായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയറാ, ഫുൾ ക്ലിയർ, പക്ക. പക്ഷെ നിങ്ങള് സൗണ്ട് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ ഒന്ന് സെറ്റ് ആയി വരുന്നുള്ളൂ, അപ്പോഴേക്കും എന്റെ തൊട്ടടുത്ത് അങ്ങാടിയിലുള്ള ആൾക്കാർ വരെ കേൾക്കാന്നാണ് ഞാൻ പറയുന്നത്. സാറിന് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ല. എന്തൊക്കെയാ പറയുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പൊതുവെ ഞാൻ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണോ എനിക്കുള്ള പ്രശ്നം ഒന്നും അറിയില്ല. ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല. എന്തായാലും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ട്. പറഞ്ഞോളൂ. എനിക്ക് മക്കളേറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോവാനാണ് ഇഷ്ടം. സംസാരിച്ചിങ്ങനെ അവർക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്താൽ അങ്ങനെ പോകാൻ ഇഷ്ടമാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് എനിക്ക് ഫ്രണ്ട്സുകളായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട് അവരുടെ വീട്ടില്. അപ്പൊ അവരായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തരും ഡിഫറെന്റ് കാര്യങ്ങളാണ്. താങ്ക് യു മാം. താങ്ക് യു ഫോർ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ല. ഓക്കെ മാം, ഞാൻ കേട്ടു. അടുത്തത് റിസ്വാൻ, മിസ്റ്റർ റിസ്വാൻ. കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓഡിബിൾ ആണോ? യെസ്. എനിക്ക് അവയർനെസ് കൊടുക്കാനാണ് താല്പര്യം. കേൾക്കുന്നില്ലേ? എനിക്ക് അവയർനെസ് കൊടുക്കാൻ, അതായത് പുതിയ കാര്യങ്ങൾ ടെക്നോളജി പരമായിട്ടും പിന്നെ അതേപോലെ തന്നെ സൈക്കോളജി പരമായിട്ടും പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് മറ്റുള്ളവരെ ചെയ്യാനും അതാണ് ഇഷ്ടം. ഓക്കെ, ടെക്നോളജി ആൻഡ് സൈക്കോളജി അവയർനെസ് അല്ലേ? താങ്ക് യു. അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. താങ്ക് യു. സതീഷ് സർ. സതീഷ് ഐഫോൺ. ഇപ്പൊ കേൾക്കാമോ? സർ പറഞ്ഞോളൂ. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്റെ സ്പെഷ്യലൈസേഷൻ. ഇത് ആദ്യമായിട്ട് വരികയാണ് ഞാൻ ഇവിടെ, ഫസ്റ്റ് ടൈം. ഓക്കെ സർ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ സാറിന് പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡ് അതാണ് അല്ലേ? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അടുത്തത് റസിയ മാം. ഇത് നമ്മുടെ റസിയ മാം ആയിരിക്കുമല്ലോ. 12th ബാച്ചിലെ റസിയ മാം ആണോ? റസിയ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. മാം അല്ലേ? ഓക്കെ, അടുത്തത് നശ്വ മാം പറഞ്ഞോളൂ. എനിക്ക് ട്രാവലിംഗ് ആണ് ഇഷ്ടം. ട്രാവലിംഗ് ആണല്ലേ? ഓക്കെ മാം, താങ്ക് യു. അടുത്തത് ഹാനിയ. ഹലോ. മാം പറഞ്ഞോളൂ. എന്റെ ചുറ്റുമുള്ളൊരു ഉള്ള സറൗണ്ടിങ്സ് ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ഹൗസ് വൈഫ് ആണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര പാഷൻ അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടെത്താനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എപ്പോഴും ഞാനുള്ള സ്ഥലം എനിക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റണം എന്നുള്ളൊരു തോട്ടേ ഉള്ളൂ. ഓക്കെ മാം, ഓക്കെ. അതും ഒരു നല്ലൊരു ഇതാണ്. താങ്ക് യു മാം, താങ്ക് യു. അടുത്തത് ഷഹദിയ. ഡ്രോയിങ്, ക്രാഫ്റ്റിംഗ്, പ്രോബ്ലം സോൾവിങ്. നൈസ്. ഡ്രോയിങ് അല്ലേ? താങ്ക് യു മാം. അടുത്തത് ഹിബ തസ്നി 09. ഇത് നമ്മുടെ GCയിലാണ്. ബോക്സിൽ മെൻഷൻ ആക്കിയാണ്. ഹിബ തസ്നി വീഡിയോ എഡിറ്റിംഗ്, ട്രാവലിംഗ്, ടീച്ചിങ്. നൈസ്. ഓക്കെ, താങ്ക് യു. അടുത്തത് സല റീഡിംഗ്. ഓക്കെ, താങ്ക് യു. അടുത്തത് സോഫിയ. ഇത് എനിക്കൊന്നും എൻ്റെ അമ്മായിയാണ്, അമ്മായി ഒന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞത്. ഓക്കെ. ഷഹനാസ് അസ്ലം. ഹലോ, ഞാന് ഒരു മൈൻഡ് കോച്ചാണ്. അപ്പൊ എനിക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മൈൻഡ് കോച്ച് ആവണം എന്നാണ് ആഗ്രഹം. ഓക്കെ. ആയിക്കോട്ടെ. നമ്മൾ പേഷ്യന്റിനെ കുറിച്ചാണ് ചോദിച്ചത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഡ്രീമാണ് പറഞ്ഞത്, കുഴപ്പമില്ല.
അടുത്തത് തഹ്സിന. ടെക്നോളജി പഠിക്കാൻ. ഓക്കെ, താങ്ക് യു. അടുത്തത് അബ്ദുൾ റൌഫ്. നമ്മുടെ റൌഫ് ഭായ് ആണ്, നമ്മളെ ഇസി ബാച്ചിലെ. ആണോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അർബാബ്, ഇതൊക്കെയാണ് വിശേഷം. ഞാനിങ്ങനെ വൈക്ക് കണ്ടപ്പോ കേറിയതാ. ഞാൻ കുറെ ദിവസമായി കേറണം വിചാരിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പം കേറി. നിങ്ങള് എവിടെ ഉള്ളത്? ചെന്നൈയിലാ? പുറത്താ? ചെന്നൈയിലുണ്ട്. പിന്നെ പാഷൻ ചോദിച്ചാല് ഞാൻ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ടീച്ചിങ് ആയിരുന്നു. ആ ടീച്ചിങ്ങിൽ ഒരു എന്താണ് തൃപ്തി തോന്നാത്തതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. ബിസിനസ്സിൽ നമുക്ക് അധികം റിട്ടേൺ കിട്ടുന്നില്ല, ഭയങ്കര ഹാപ്പിനെസ് അത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര സംസാരപ്രിയനാണ്. അതുപോലെ ഹീല് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാനങ്ങനെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പല ആളുകളും എന്നെ ഇതായിട്ട് ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ അതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ തോപ്പിക്കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ തമ്മിൽ അറിയുന്നോണ്ട് നമ്മക്കറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ല എന്നുള്ളൂ. താങ്ക് യു. അടുത്തത് ആരാണ്? ഷമിയ മാം. ഷമിയ മാം പിന്നൊരു ഫീലിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? യെസ് മാം, പറഞ്ഞു. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് എന്റെ പാഷൻ പറയേണ്ടിയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു, കാരണം സാറിന് ഒരു വിധമൊക്കെ അറിയുന്നതാണ്. പിന്നെ എനിക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പിന്നെ ഒരുപാട് പേരെ കേട്ടിരിക്കാൻ, പലർക്കും എന്താ പറയാ, നമ്മുടെ വാക്കുകൾക്ക് മെഡിസിൻ കൊടുക്കാനൊക്കെ വലിയ ആഗ്രഹമാണ്. പിന്നെ സ്റ്റേജുകളിൽ സംസാരിക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിരുന്നു ചെറുപ്പം മുതൽച്ച്, അതിന് പറ്റിയിട്ടുമുണ്ട്. സോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെയും ഒരു റൂട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തത് ഫാത്തിമ. രണ്ട് ഫാത്തിമ ഉണ്ട്, ഫാത്തിമയും ഫാത്തിമ മുഹമ്മദും ഉണ്ട്. എനിക്കൊന്നും താഴെ കമ്മ്യൂണിറ്റി സർവീസ് അല്ലേ? ഓക്കെ, ഫാത്തിമ മുഹമ്മദ് മുകളിൽ ടൈപ്പ് ചെയ്തിരുന്നു. ഫാത്തിമ മുഹമ്മദ്. ഇത് ബാക്കിയുള്ളവര് വിചാരിക്കുന്നുണ്ടാവും ഇയാളിങ്ങനെ ഓരോരുത്തരെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഓരോരുത്തരെ പാഷൻ ചോദിക്കാൻ ഇവിടെയാണ്, സമയമല്ലേ പോണെന്നല്ലേ. സംഭവം എന്താ അറിയോ, നമ്മളെ ഓരോരുത്തരുടെയും വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന പല പല സംഭവങ്ങൾ കേട്ടില്ലേ. അപ്പം ഓരോരുത്തരും പറയുന്ന ഡിഫറെന്റ് കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്ന് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റിനെ പറ്റി ഒന്ന് ചിന്തയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലേ? ഓക്കെ, ജാഫർക്ക, നമ്മുടെ നാട്ടുകാരൻ ജാഫർക്ക ഉണ്ടല്ലോ. ജാഫർക്ക കേൾക്കുന്നുണ്ടോ? പുറത്തെവിടെ ഉണ്ടല്ലോ അല്ലേ? ഡ്രൈവിംഗിലാണോ? ജാഫർക്ക, അത് ജുംല മാം. ജുംല മാം നിങ്ങളെ ഇപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്താ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും ട്രാവലിംഗ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത മൈമൂനത്ത് മാം. മൈമൂനത്ത് മാം. ഗാർഡനിങ്ങും ട്രാവലിംഗ്. ഓക്കെ, താങ്ക് യു. അടുത്തത് അർഷിത. മാം. ഹലോ. മാം പറഞ്ഞോളൂ. എനിക്ക് ടീച്ചിങ് ഫീൽഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ ഈ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് എങ്ങനെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളെ, അതായത് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാനിവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വീട്ടിലിരുന്ന് കണ്ട് 3-4 കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. എന്നോട് വലിയ താല്പര്യം. ഓക്കെ, സൈക്കോളജി പിന്നെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ സാർ. താങ്ക് യു മാം, താങ്ക് യു. ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അതുണ്ടല്ലേ. ഓരോരുത്തരും ചില ആളുകൾക്ക് ഇറ്റ്സ് നോട്ട് ഡിസേബിൾഡ്, ഇറ്റ്സ് ഡിഫറെന്റ്ലി ഏബിൾഡ്. കറക്റ്റ് ആണ്. എങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യന്മാര് പോലും, ഇപ്പൊ ഞാൻ താഴെയുള്ള ഒരു കമന്റ് വായിച്ചു കേട്ടോ, അതിൽ ഞാനും
യോജിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിനോട്. ഒരു മനുഷ്യനെ പോലും ഡിസേബിൾഡ് ആയിട്ടല്ല ജനിപ്പിക്കുന്നത്. എന്ത് തന്നെ ഇല്ലായ്മ ഉണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ട് പടച്ചോൻ കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യനോടും പടച്ചോന് ഡിസ്ക്രിമിനേഷൻ കാണിക്കാറില്ല. ഇനി ആരെങ്കിലും പറയാത്തുണ്ടോ? ഫാത്തിമ, സുഹൈല, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മളെ മുഫീദ് മോൻ ഉണ്ടല്ലോ, നിങ്ങളെ ബ്രദർ മുഫീദ് ആണോ? ഫുള്ള് ടീം ഉണ്ടല്ലോ ഇന്ന്, പരപ്പൂര് ഫാമിലി ഫുള്ളുണ്ട്. ഏതായാലും ടോപ്പ് ആയിക്കില്ലെന്ന്. ആയിക്കോട്ടെ, ഏതായാലും ഞാൻ ഇനിയും ഓരോരുത്തരും വിളിച്ച് ഞാൻ ബാക്കിയുള്ളവരെ വെറുപ്പിക്കുന്നില്ല, സോറിയേ. ഞാൻ സംഭവം എന്താ അറിയോ, എല്ലാരോടും ചോദിക്കാൻ കാരണം ഒട്ടുമിക്ക അപ്പം 2-3 ആൾക്കാർ പുതിയ ജോയിൻ ചെയ്തവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ, പലർക്കും പലരുടെയും പാഷൻ അതാണ്, അത് ചെയ്യുന്ന സമയത്താണ് സന്തോഷം കിട്ടുന്നതെന്ന് അറിയാം. പക്ഷെ ആ ഫീൽഡിനെ പ്രൊഫഷൻ ആക്കാൻ പറ്റിയിട്ടുള്ള ആരൊക്കെ ഉള്ളത് ഇവിടെ? ഞാൻ ഓരോരുത്തരോട് ചോദിക്കുന്നില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട ക്ഷമ്യമാൻ. യെസ് ഓക്കെ. ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരുപാട് എനിക്ക് സൈക്കോളജിയിൽ എത്തണം എന്നുള്ള ഒരു എന്താ പറയാ വഴി എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ലൈഫിൽ അനുഭവിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരുപാട് റൂട്ടുകൾ എനിക്ക് കണക്ട് ചെയ്യാനും അതിൽ കയറിയതിനു ശേഷം ഒരുപാട് പേരെ കേട്ടിരിക്കുക എന്നതിനപ്പുറം നമ്മുടെ വാക്കുകൾ പലരും ഇഷ്ടപ്പെടുക എന്നുള്ള രീതിയിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് പറ്റിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിങ്. വേറെ ആരെങ്കിലും? ഞാൻ എൻ്റെ ഫീൽഡിൽ നല്ലോണം അത് ഉപയോഗിക്കുന്നുണ്ട്. മീൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു സാർ. സാർ എവിടെ സ്ഥലം? ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. താങ്ക് യു സാർ, താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ പാഷൻ പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ആൾക്കാർ? ഞാനും ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഇപ്പോ ആ ഒരു ഇതില് ഇപ്പൊ ജോബിന് കയറി. പിന്നെ അതേപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രെയിനർ എന്നുള്ള രീതിക്ക് രണ്ടും പാട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, അതായത് സൈക്കോളജിയും ടെക്നോളജിയും പാട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് പാഷനേറ്റ് ആണ്, അൽഹംദുലില്ലാ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ല, അത് രണ്ടും ഏറ്റവും ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും സ്കോപ്പുള്ള 2 ഫീൽഡാട്ടോ ആള് പിടിച്ചത്, സൈക്കോളജിയും. കാരണം ഓരോ ദിവസവും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ആയിരുന്നു സൗണ്ട് മ്യൂട്ടാക്കാത്തവരുടെ സൗണ്ട് മ്യൂട്ടാക്കണേ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക മനുഷ്യന്മാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സൈക്കോളജിക്കൽ മെന്റൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ ലോകത്തിൽ ഒരുപാടുണ്ട്. ചിലപ്പോൾ ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന സ്ഥിതിയിലായിരിക്കും, പക്ഷെ മാനസികമായിട്ട് ഒരു ദിവസം മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ശരിക്കും ടെക്നോളജിയും സൈക്കോളജിയും പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ഏറ്റവും ബൂമിങ് ആയിട്ടുള്ള ഇതാണ്. നമ്മളിപ്പോ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കമ്പനീസ് നോക്കിയിട്ട് അതിൽ ഇങ്ങനെ സ്റ്റാർട്ടപ്പുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താണ്ടല്ലോ, ഇങ്ങനെ അടിച്ച് കറക്റ്റ് പ്രോപ്പർ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനികളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളിപ്പോ ഒരു 100 റുപ്യ ഇട്ടതൊക്കെ 1000 റുപ്യൊക്കെ ആവും ഒരു 10 വർഷം കൊണ്ട്. അമ്മാതിരി ബൂം വരാൻ പോവാ. നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല കേട്ടോ, നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അറിയാം, അതിന്റെ ബോട്ട് വെച്ച് ട്രേഡിങ്ങും കാര്യങ്ങളും. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതൊന്നും ക്ലിയർ അല്ലായിരുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ട്രേഡിങ്ങിന്റെ ഇതില് ചെയ്തിരുന്നോ? ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇതിൽ ചെയ്തിരുന്നു ആ ഒരു ഇതില് അതിന്റെ ബോട്ട് വെച്ച്. താങ്ക് യു. അടുത്തത് വേറെ ആരാണ്? വേറെ ആരെങ്കിലും ഉണ്ടോ പാഷൻ പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ആൾക്കാർ? ആരെങ്കിലും പ്രൊഫഷൻ ആക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ. ഇപ്പം എല്ലാവർക്കും അത് പറ്റിക്കോളന്നില്ല, അത് പറ്റിയാലേ ജീവിച്ചോട് ഒന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു അഭിപ്രായം ചോദിക്കുകയാണേ, അതും മോശമായിട്ട് വിചാരിക്കരുത്.
വേറെ ആർക്കെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ഓൾറെഡി ഇപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ പാഷൻ ആയിട്ടുള്ള കാര്യമാണ് പ്രൊഫഷൻ ആക്കിയിട്ടുള്ളത്. ആ പ്രൊഫഷൻ ത്രൂ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആർക്കാണുള്ളത്? പ്രോഫിറ്റബിൾ ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ജോബ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, ഉദ്ദേശിച്ച രീതിയിൽ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് തോന്നുന്നു പാഷൻ പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ആൾക്കാരില് ചോദിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാലറി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനല്ല നിങ്ങളെ ആവശ്യങ്ങൾ നടത്തി കൊണ്ടുപോകാനുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ടോന്ന്, അത് ത്രൂ പ്രൊഫഷൻ ത്രൂ നമുക്ക് എനിക്കിപ്പോ മൺഡേ മുതൽ ഫ്രൈഡേ വരെ എനിക്ക് ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ക്ലാസ്സുകൾ കൊടുക്കാൻ പോകുന്നുണ്ട്. അതിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെയ്ഡ് കോഴ്സ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ കരുതുന്ന രൂപത്തിലേക്ക് എനിക്ക് പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പം സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഫ്രീ ടൈമിലാണ് സെഷൻസ് എടുക്കാറുണ്ട് അല്ലേ? ഓക്കെ മാം, താങ്ക് യു. വേറെ ആരാണുള്ളത്? വേറെ 1-2 ആൾക്കാർ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. സതീഷ് സാർ പറഞ്ഞോളൂ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എക്സ്പീരിയൻസ്, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാനത് ഡൈവേഴ്സിഫൈ ചെയ്ത് അതിന്റെ നീഡ് എന്താണെന്ന് അസസ് ചെയ്ത് നോക്കി പല സ്ഥലത്തും. സാറിന്റെ വർക്കിന്റെ ഇതൊന്ന് പറയാൻ പറ്റുമോ? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് സാറ് എന്തൊക്കെ സർവീസസ് ആ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏത് പർപ്പസിന് വേണ്ടിയിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു നരേറ്റീവ്, വിഷ്വൽ നരേറ്റീവ് ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആക്കി കൊടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അതിനു മുമ്പ് ഡോക്യുമെന്ററീസ്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, എല്ലാം വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു വർക്കാണത്. ഓക്കെ സാറേ, സത്യം പറഞ്ഞാൽ ഞാനൊരു ബുക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ അതിനുള്ള എല്ലാ പരിപാടികളും നോക്കും. സാറിന്റെ നമ്പർ ഒന്ന് പറയോ? 96450 75073. 96450 അതായത് ഇപ്പൊ എല്ലാരും ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ് ബുക്ക് എഴുതാനായിട്ട്. എന്തോ വലിയ സംഭവം ഒന്നും ഇല്ലേ സത്യത്തില്. നമുക്കൊരു സബ്ജക്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. ഞാനിപ്പോ ഈ ചെയ്ത ബുക്ക് ഷാർജ ബുക്ക് ഫെയറിൽ ലോഞ്ച് ഒക്കെ ചെയ്തിരുന്നു. മീൻസ് എനിക്ക് വേണ്ടിയിട്ടില്ല, ഞാൻ എൻ്റെ ക്ലയന്റിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതിന്റെ PR വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തനിയെ വഴികൾ കണ്ടുപിടിക്കും ഓട്ടോമാറ്റിക്. ഇതിപ്പോ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുമ്പോൾ സാർ ഏതായാലും ഇങ്ങോട്ട് വന്നു, ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഇതിങ്ങനെ പലപ്പോഴും ഇൻഫർമേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചോ മേ ബി യൂണിക്നെസ് കണ്ടപ്പോൾ ഞാൻ യൂണിക്നെസ്സിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അതാ യൂണിക്നെസ് വ്യക്തിയിലല്ല, യൂണിക്നെസ് ചെയ്യുന്ന ആ വർക്ക് എങ്ങനെ യൂണിക്കായിട്ട്. ഇപ്പൊ ദോശ ചുടുന്ന ആള് തന്നെ യൂണിക്കായിട്ട് ദോശ വിട്ടവന് ദോശ വിൽക്കാൻ പറ്റും. അല്ലാണ്ട് യൂണിക്നെസ് ഒരു വ്യക്തിയുടെ ഉള്ളിലല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് കൊമേഴ്ഷ്യലായിട്ട് കുറച്ച് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്തായതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പ്രീമിയം വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ. ഏതായാലും സാറിനെ ഞാൻ കണക്ട് ചെയ്യാം, സാറിന് എനിക്ക് ആവശ്യമുണ്ട്. താങ്ക് യു, യു ആർ മോസ്റ്റ് വെൽക്കം. വേറെ ആരെങ്കിലും ഇതേപോലെ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടോ? പാഷൻ പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ആൾക്കാർ വേറൊരാളെ കണ്ടിരുന്നായിരുന്നു. ഷഹനാസ് അസ്ലം, പറഞ്ഞോളൂ. ഹലോ, ഞാന് B.Ed ആയിരുന്നു, സോഷ്യൽ സയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ 3-4 വർഷം വർക്ക് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ചെറിയ കുട്ടികളായത് കാരണം പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോ ആണ് മൈൻഡ് കോച്ച് എന്നുള്ള ഒരു മേഖലയോട്ട് വരുന്നതും ഇപ്പൊ വീട്ടിലിരുന്ന് തന്നെ കംഫർട്ടായ ടൈമില് നമുക്ക് ക്ലാസ് എടുത്ത് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, നിങ്ങൾ ഏത് സർട്ടിഫൈഡ് ആയത്? ഹ്യൂമനെക്സ് ആണ്. ഹ്യൂമനെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈൻഡ് കോച്ച്. നമ്മളെ ഫവാസ് ഖാന്റെ ആണോ? അതെ, ഫവാസ് ഖാന്റെ സ്റ്റുഡന്റ് ആണ്. ഫവാസ് ഖാൻ നമ്മുടെ യൂണിക്നെസ് ഫസ്റ്റ് യൂണിക്നെസ് ഫെസ്റ്റിലെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നത്. ഫവാസ് സാറ് ഫോളോ ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇടയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളെ ഇവന്റ് വരുന്നുണ്ട്, മറ്റേ കോട്ടക്കൽ വെച്ച് വരുന്നുണ്ട് ഇവന്റ്. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു.
ഏതായാലും താങ്ക് യു ഫോർ ഷെയറിങ്. ഇതേപോലെ റൌഫ് ഭായ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്? പാഷൻ ആൻഡ് പ്രൊഫഷൻ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ചോദിക്കാം കേട്ടോ. എൻ്റെത് ഞാൻ വളരെ വ്യത്യസ്തമായ മേഖല പഠിച്ച ഒരാളാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, ഞാൻ ഹോസ്റ്റലിലൊക്കെ ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ രണ്ട് ഇതുള്ള ശരീരത്ത് പഠനം, അതുപോലെ തന്നെ ഞാനൊരു ഹാഫിള് കൂടാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ സ്കൂൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു, ചെന്നൈയിൽ തന്നെ ആയിരുന്നു തുടക്കത്തില്. പക്ഷെ പിന്നീടൊക്കെ എനിക്ക് അതിനൊരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, തീരെ ഒരു വ്യത്യസ്തമായ മേഖലയാണ് ബിസിനസ്. അതായത് ഒരു എന്താണ് ഉസ്താദ് ഫീൽഡിൽ നിന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള തെറിവിളികളും കേൾക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ജീവിതം കൊണ്ട് മറുപടി കൊടുക്കുക എന്ന് പറയല്ലോ, അത് ഇപ്പം ആ രീതിയിലോട്ട് പഠിച്ചവനെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ബിസിനസ് ഇങ്ങനെ പൊട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കെന്തില്ല, വീണ്ടും ഓവർകം ചെയ്യണം എന്നുള്ള ഒരു ഇത് നമ്മൾ ഉള്ളിൽ നിന്ന് വരും. ആ രീതിയിൽ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ടോട്ടലി ഒരു നാല് രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതില് എല്ലാം പ്രോഫിറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഓരോന്ന് പഠിച്ചു വരുമല്ലോ ഘട്ടം ഘട്ടമായിട്ട്. അതിലിപ്പം ഒരു വ്യക്തി എന്ന നിലയിലും പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊഫഷൻ എന്ന രീതിയിലും കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ ഏകദേശം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതുവരെ കിട്ടിയതായിട്ട് ഇനി മുന്നോട്ടേക്ക് വരാൻ വേണ്ടി നമ്മളിപ്പോ ഇവിടെ ചെന്നൈയിൽ പുതിയ പ്ലാനുകാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിപ്പോ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ അതിന്റെ ചെറിയ വർക്കിലാണ്. ഏതായാലും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോ നമ്മളെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് പഠിച്ചോണ്ട് അതിനു വേണ്ടി ആളുകളെ, എനിക്കിപ്പോ ഞാൻ പുതിയ തുടങ്ങുന്ന പരിപാടിക്ക് ഒരു ഷെഫിനെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഇത് ഹീലറായിട്ട് വന്നതാ, ഹീൽ ചെയ്യാൻ വേണ്ടി വന്നതാ. പക്ഷെ പുള്ളിക്കാരൻ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വരെ ഷെഫായിരുന്നു. അങ്ങനത്തെ ഒരാൾ ഇപ്പൊ എനിക്കൊരു ഷെഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഹൈർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു റൌഫ് ഭായ്, താങ്ക് യു ഫോർ ഷെയർ. ഞങ്ങളൊക്കെ ഒരേ GC ഗൈഡഡ് കോഡ് ചെയ്ത സമയത്ത് ഒരേ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ആളിപ്പം കറന്റ് ഒരു റെസ്റ്റോറന്റ് റൺ ചെയ്യാണ് ചെന്നൈയില്. അപ്പൊ ആള് നമ്മളെ സെഷൻസിനൊന്നും കയറാറില്ല. ഫസ്റ്റ് ടൈം കയറിയതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞതാ കേട്ടോ. നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്, ഇന്നിപ്പോ ക്ലാസ് ഒന്നും എടുത്തില്ലല്ലോ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാന്നല്ല. എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ സംസാരിച്ചത്. എന്ത് പാഷൻ എന്തൊക്കെയാണെന്ന് ഓരോരുത്തരോട് ചോദിച്ച്, അത് പ്രൊഫഷൻ ആക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാരെ പറ്റി ചോദിച്ച്, പിന്നെ നമ്മൾ ചോദിച്ചത് അത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ, അത് വളരെ ചുരുക്കം ആൾക്കാരാണ്. പിന്നെ ഉള്ളത് എന്താ അറിയോ, ഈ പാഷനെ തന്നെ അവരുടെ ലൈഫിലെ പേർപ്പസ് ആക്കി മാറ്റിയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളുടെ പേർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും നമ്മളുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ നമ്മൾ ഏത് ദൈവത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസപ്രകാരം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ സെൽഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് നേട്ടങ്ങൾ നേടുന്നത് മാത്രമല്ല, ജീവിതത്തിൽ ഓരോ മനുഷ്യന്മാരും ഇവിടെ ജനിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു സഹായമായി മാറേണ്ടതുണ്ട്. അത് ചിലപ്പം അറിവുകൾ കൊടുത്തിട്ടായിരിക്കാം, ജോലി സാധ്യതകൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടായിരിക്കാം, വലിയ ബിസിനസ് റൺ ചെയ്തിട്ട്. ഇപ്പം ഇവിടെ പറഞ്ഞ റൌഫ് ഭായ് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ആളാണ്. ഇതേപോലെ ഇപ്പം മറ്റുള്ള മനുഷ്യന്മാർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, സാമ്പത്തികമായിട്ട് വളർച്ച വരുന്ന സമയത്ത് വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത മനുഷ്യന്മാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം മരുന്ന് വാങ്ങാൻ അത്രയും മാരകമായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ഒരുപാട് കാണാറില്ല. ഓരോരുത്തർ ഷെയർ ചെയ്ത് നോക്കി ഇൻസ്റ്റയിലൊക്കെ പല പല അസുഖങ്ങൾ, ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപന്റെ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള മനുഷ്യന്മാർക്ക്, അങ്ങനത്തെ ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ സോഷ്യൽ വർക്ക് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ സഹാനുഭൂതി, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരുപാട് കോടിക്കണക്കിന് രൂപ നമ്മളുടെ ജീവിതത്തിൽ ഏൺ ചെയ്തത് കൊണ്ട് നമ്മൾക്ക് ഒരു സന്തോഷം എന്നുള്ള സംഭവം കിട്ടൂല. അത് എപ്പോഴാണ് സന്തോഷം കിട്ടുക? നമ്മളുടെ അടുത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മള് കാരണം മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെറിയൊരു സന്തോഷം, ചിലപ്പോൾ അറിവ് കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഇൻഫ്ലുവൻഷ്യൽ പവർ യൂസ് ചെയ്ത്, ഇപ്പം നല്ല രീതിയിൽ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒക്കെ ആയിട്ടുള്ള ആളാന്ന് വിചാരിക്കാം, ഒരു വലിയൊരു പാട്ടുകാരനോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനത്തെ ആളുകൾക്കും ഒരുപാട് മനുഷ്യന്മാരെ സഹായിക്കാൻ പറ്റാറുണ്ട്. എങ്ങനെ സഹായിക്കാറ്? അവർക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഏതെങ്കിലും ഒരു അത്രയും പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനൊരു
ബിസിനസ് കാര്യങ്ങൾ റൺ ചെയ്ത് തുടങ്ങാൻ പോവാണ്. ആ സമയത്ത് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആള് ചെറിയ ഒന്ന് അവിടെ ഒന്ന് വന്നു പോയാൽ മതി. ദാറ്റ് മീൻസ് ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഒന്ന് വന്നു പോയാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ആ ബിസിനസിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഇട്ടാൽ പോലും മതിയാവും. ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരിലേക്ക് എത്തിക്കാനൊക്കെ പറ്റും ചില ആളുകൾക്ക് ഇൻഫ്ലുവൻഷ്യൽ പവർ യൂസ് ചെയ്തത്. ഇതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാരണം ഞാൻ പറയാറുണ്ട്, നമ്മളുടെ യുണീക്നെസിന്റെ പ്രോഗ്രാം വരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യന്മാർക്കും ഇതേപോലെ ബിലോ 4 തരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഒന്ന് ബിലോ ആവറേജ്, ഒന്ന് ആവറേജ്, ഒന്ന് എക്സലന്റ്, ഒന്ന് യുണീക്ക്. 4 ടൈപ്സ് ഓഫ് എബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് അത് നമ്മൾ എത്ര ശ്രമിച്ചാലും ആയിട്ട് ഉഷാറാക്കി എടുക്കാൻ പറ്റാത്ത ചില ഏരിയകൾ ഉണ്ടാവും. അപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റ് ഇപ്പോൾ എന്നോട് പറയാണ് കുറേ നേരം ഇരുന്ന് പഠിക്കണം, സൈൻ തീറ്റയും കോസ് തീറ്റയും മറ്റേ ട്രിഗണോമെട്രി സംഭവങ്ങളൊക്കെ പഠിക്കാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് നടക്കൂല. പക്ഷെ മനുഷ്യന്മാരെ പറ്റിയോ ബിസിനസിനെ പറ്റിയോ സൈക്കോളജിനെ പറ്റിയോ അങ്ങനത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് സമയം ഇരുന്നാൽ ചിലപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റിയേക്കാം. ഇതേപോലെ ചില ആളുകൾക്ക് മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ ബിസിനസ്സോ അങ്ങനത്തെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങൾ ചിലപ്പോൾ കണക്ട് ആയിക്കോളുന്നില്ല. ആരും മോശക്കാര്, ആരും വലിയ ആൾക്കാർ നല്ല കേട്ടോ, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ദാറ്റ് മീൻസ് ആവറേജ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും. അതേപോലെ എക്സലന്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. അപ്പം ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കാര്യത്തിൽ എക്സലന്റ് ആയിട്ട്, നമ്മൾ അധികം വലിയ ട്രെയിൻഡ് അല്ലെങ്കിൽ പോലും വിത്തൗട്ട് ട്രെയിനിങ് പോലും ഇൻബോൺ ആയിട്ട് ആ മേഖലയിൽ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ പൊക്കി പറയുന്നല്ല കേട്ടോ, ചെറുപ്പത്തിലേ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ലോ, കല്യാണ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് മീൻസ് അത് മാനേജ് ചെയ്യാനും അതുപോലെ ഭക്ഷണം കൊടുക്കാനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ മുന്നൊരു ടോക്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നു. എൻ്റെ ഒരു എളാപ്പുണ്ട്, എളാപ്പ മീൻസ് വല്യുപ്പൻ്റെ അനിയനാണ്, ഉപ്പൻ്റെ അനിയൻ. ആളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റാ. അവരുടെ മകളുടെ കല്യാണം ഉണ്ടായ സമയത്ത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, അന്ന് മറ്റേ എവിടാണ് കോഴിക്കോട് ഹാളിൽ വെച്ചിട്ടാണ്, എന്താ ഹാളിന്റെ പേര് പറഞ്ഞു, എരഞ്ഞിപ്പാലത്ത് അടുത്തുള്ള ഒരു ഹാളുണ്ട്, അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുക. അപ്പൊ എന്നോട് പറഞ്ഞെന്താ അറിയോ, ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ഒക്കെ വേറെ പുറത്തെ ആൾക്കാരെ ഏൽപ്പിച്ചാണ്, ഇനി അതൊക്കെ ഒന്ന് നോക്കണേ കേട്ടോന്ന്. ദാറ്റ് മീൻസ് ആരോടാ പറയുന്നത് അറിയോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളോടാ പറയണത്, ആരോ വലിയ ആൾക്കാർ ചെയ്യുന്ന ഒരു പണി ഇങ്ങനെ മാനേജ് ചെയ്യണം, ഇവിടെ കളവ് നടക്കുന്നില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് ഇങ്ങനെ എപ്പോഴും ഒന്ന് വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ തരണേ എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു. ഞാൻ എന്നോട് എന്തിനാ പറഞ്ഞത്, എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് ഞാൻ ഓരോ വർഷം മുന്നോട്ട് വരുന്നതിനനുസരിച്ച് കുടുംബത്തിൽ ഏത് കല്യാണ പരിപാടി ഉണ്ടെങ്കിലും ആദ്യം ഒന്ന് വിളിച്ചു, മാജി ഒക്കെ അല്ലേ സെറ്റാക്കിക്കൂടെ, ഞായറാഴ്ച അല്ലേ സെറ്റാക്കാം, അങ്ങനെ ചോദിച്ചിട്ടാണ് അധികം ഇപ്പൊ കുടുംബത്തിൽ പരിപാടി നടത്തുകയാണെങ്കിൽ ഒന്നും പറയും, മാജി ഉണ്ടാവില്ലേ, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഗ്യാരണ്ടിയാണ്. കാരണം എന്താണോ, ഞാൻ ആ ഏരിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഇപ്പം ചിലപ്പോൾ ഒരു ടേബിൾ മേൽ എല്ലാ സാധനവും ഞാൻ കൊണ്ടുവെക്കും. ചിലപ്പോൾ ബിരിയാണി കൊണ്ടുവെക്കും, ചിലപ്പം തൈരും അച്ചാറും കൊടുക്കും, ചിലപ്പം പൊരിച്ചത് കൊണ്ടുവെക്കും, ചിലപ്പം വെള്ളം കൊടുക്കും. എന്താ സംഭവം എന്നറിയോ, അത് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തൊരു ചിരി ഉണ്ടാവില്ലേ, ആ ചിരിയാണ് എൻ്റെ ലഹരി. ഇപ്പം ചില ആൾക്കാർക്ക് സിഗരറ്റ് ആയിരിക്കും, കഞ്ചാവായിരിക്കും, ചില ആൾക്കാർക്ക് കള്ളു പിടിക്കലായിരിക്കും. പക്ഷെ എൻ്റെ ലഹരി എന്ന് പറയുന്നത് ആ ചിരിയാണ്. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, ഇപ്പം ഭക്ഷണം കൊടുക്കുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം അവരുടെ ലൈഫിൽ. അപ്പം നമ്മൾ പറയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരു ചിരിയെങ്കിലും കൊടുത്തുകൂടാൻ ചോദിക്കാൻ പറയുന്നത്. നമ്മൾ അൺകണ്ടീഷണൽ ലോണിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഇതേപോലെ ആ ചിരിയാണ് എൻ്റെ ലഹരി. ഇതേപോലെ ഓരോരുത്തർക്കും ഓരോ മേഖല ഉണ്ടാവും. ആ മേഖല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ ഉച്ചക്ക് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തും. എപ്പോഴാണോ സപ്ലൈ നിർത്തുന്നത് ആ സമയം വരെ ഞാൻ ഓടി പണിയെടുക്കും. വെള്ളം കൊടുക്കുന്നുണ്ടോ, എന്താണോ മിസ്സിങ്. വേറൊരു പ്രത്യേകത വെച്ചാല് നമ്മളുടെ ആ ഏരിയയില് നമ്മൾക്ക് പെട്ടെന്ന് ഭയങ്കര ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും. എല്ലാ സമയത്തും നമ്മൾക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോഴേക്കും ഏതെങ്കിലും മേശമേൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ സീറ്റ് കിട്ടാണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്, പെട്ടെന്ന് ഇങ്ങനെ കത്തും. ഇന്ന പ്രശ്നം ഇട്ട് അവിടെ പോയി കണക്ട് ചെയ്തോ,
ആ ഏരിയയിൽ നമുക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെത് ചിലപ്പം ആ ഇവന്റും അല്ലെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയയിലാണ്. ഇതേപോലെ നിങ്ങളിൽ ഓരോരുത്തരിലും ഇതേപോലുള്ള ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എക്സലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഉദ്ദേശിച്ചത് എന്താ അറിയോ, നിങ്ങൾ അതിൽ ട്രെയിൻഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള ആളുകൾ പറയും ഈ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പം നമ്മൾ പഠിച്ച ഒന്നും ആ ഏരിയ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഈ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറയും. ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, നമ്മളെ ടീം മെമ്പർ ഇപ്പൊ മിസ്സിനെ ഞാൻ കണക്ട് ചെയ്ത് ഏതോ ഒരു മറ്റേ ഫ്രീ സെഷനിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടുന്ന് കണക്ട് ചെയ്ത. അപ്പൊ ആള് സംസാരിച്ചപ്പോൾ എനിക്ക് ഇതിപ്പോ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് സംസാരിക്കുന്ന രീതിയല്ലല്ലോ, എന്തൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ചില ആളുകൾക്ക് കുറച്ചും കൂടെ മനുഷ്യന്മാരുമായിട്ട് കണക്ട് ചെയ്യാനും സംസാരിക്കാനും കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി ഹൈ ആയിരിക്കും. ഇപ്പം സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാനും, അത് വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ പുസ്തകങ്ങൾ നല്ല ബുക്സ് ഒക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇതേപോലെ ഇപ്പൊ നമ്മളെ മുർഷിദാവിന്റെ പിന്നെ പറയണ്ട, സോഷ്യൽ മീഡിയന്റെ ഒരു എക്സ്പെർട്ട് ആണ്. മുർഷിദിനെ വേണ്ടി നമ്മൾ പിന്നെ പരിചയപ്പെട്ടില്ല അധികം, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഇതേപോലെ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, അപ്പം ആൾക്ക് നല്ലൊരു ഓഥർ ആവാന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കാരണം ഓട്ടോമാറ്റിക്കലി എഴുത്ത് തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഫ്ലോ ചെയ്യാം. എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെത് ഇപ്പോൾ ഒരു ഇവന്റ് മാനേജ് ചെയ്യുമ്പോൾ ഞാൻ ഫ്ലോ സ്റ്റേറ്റ് കയറും. ഇതേപോലെ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ഒരാള് ആ ഏരിയയിലേക്ക് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫ്ലോ ചെയ്യും. എങ്ങനെ ഐഡിയാസ് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി വല്ലാതെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ഒന്നെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് സമയം നോക്കാതെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരിക്കും. ചില ആൾക്ക് ഇപ്പം ഇവിടെ തന്നെ ഒരുപാട് റെസിൻ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു ട്രാവലിംഗ് കമ്പനി ഒക്കെ നടത്താൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അവരൊരിക്കലും അതൊരു ജോലിയായിട്ട് കാണുകയല്ല. ദാറ്റ് മീൻസ് ഒരുപാട് ആളുകളെയും കൊണ്ട് ട്രിപ്പ് പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, നല്ല സ്പോട്ടുകളൊക്കെ മെൻഷൻ ചെയ്ത് അവിടെ നല്ല സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായി ചില ആൾക്കാർ. ഇതേപോലെ മറ്റാളുകൾക്ക് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ ലൈഫിൽ വരുമ്പോഴേക്ക് അത് ഭയങ്കര ലഹരിയായിട്ട് കാണുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇതേപോലെ ആ ലഹരിയിലേക്ക് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്ക് സമയം നോക്കാതെ വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. 2, ശമ്പളം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആദ്യത്തിലേ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആ മേഖലയിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ, ഓട്ടോമാറ്റിക്കലി പണം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അത് മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഒരു സഹായമായി മാറുന്നുണ്ട് എന്നും കൂടെ ഉറപ്പുവരുത്തി ആണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സർവീസ് തേടി ആളുകൾ ഇങ്ങോട്ട് വരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോടുക, അടുത്ത യൂണീക്നെസ് ഫെസ്റ്റിന് നമ്മളിപ്പോ 2 യൂണീക്നെസ് ഫെസ്റ്റ് നമ്മൾ നടത്തിയല്ലോ, അടുത്തത് ഏപ്രിൽ 13-നാണ് നടക്കുന്നത്. നിങ്ങൾ കണ്ടോളി, ആളുകള് കൊതിച്ച് വരും. ദാറ്റ് മീൻസ് നമ്മളുടെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന ഹീലിങ്ങും അതേപോലെ ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള ഏരിയയിലേക്ക് ആയെന്നിറങ്ങാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാര് തേടി വരും, ഉറപ്പാണ്. ദാറ്റ് മീൻസ് എന്തായാലും കഴിഞ്ഞ ബാച്ചിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും അവർക്ക് പറ്റുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അന്ന് വേറെ എന്തെങ്കിലും കല്യാണ പരിപാടിയോ അടുത്ത കുടുംബത്തിൽ പരിപാടിയോ ഒന്നും ഇല്ലെങ്കിൽ അവരെന്തായാലും വരും എന്നുള്ള ഉറപ്പാണ്. അതിന്റെ കൂടെ തന്നെ അവരുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരൊക്കെ കൂട്ടി വരാൻ പറ്റും അവരൊക്കെ അവർ കൂട്ടി വരും എന്നുള്ള ഉറപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്തിരുന്നത് എന്താണ്, ഈ മനുഷ്യന്മാരുടെ ഞാനിപ്പം എനിക്ക് ആ കല്യാണ വീട്ടിൽ പോകുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ മറ്റുള്ള മനുഷ്യന്മാരുടെ ആ ജീവിതത്തിൽ കാണുന്ന ആ ചിരിയില്ലേ, അതേ ചിരിന്റെ 10 ഇരട്ടി മടങ്ങിലുള്ള ചിരിയാണ് എനിക്ക് അന്ന് യൂണീക്നെസ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് ഓരോരുത്തര് ഫീഡ്ബാക്ക് പറയുമ്പോൾ കിട്ടിയത്. കഴിഞ്ഞപ്പം പറഞ്ഞതും പിന്നെ ഓൺലൈനായിട്ട് പറഞ്ഞതും ഇന്ന് പോലും അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ്. അപ്പൊ കുറച്ചാൾക്കാർ ഇവിടെ ഇരിക്കുന്ന പോലും ഉണ്ട് അതിന്റെ ആ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പോ ഇതേപോലെ നമ്മളുടെ പാഷൻ പോയി കണക്റ്റ് ആയിട്ട് പ്രൊഫഷനായി, പ്രൊഫഷൻ ത്രൂ നമുക്ക് പ്രോഫിറ്റും അതേപോലെ ഈ പാഷൻ നേരിട്ട് നമ്മളെ പേർപ്പസിലേക്കും കൂടെ ഫുൾഫിൽമെന്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഈ മേഖല നിങ്ങൾ കണ്ടെത്തുകയും വേണം,
അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഒരിക്കലും അത് എന്താണ് മനസ്സിലാക്കാതെ എൻ്റെ മേഖല ഏതാണ്, അതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്നതിന് പകരം ആ മേഖല എന്ത് വില കൊടുത്തും മനസ്സിലാക്കുകയും വേണം. നിങ്ങളിലെ സന്തോഷം കണ്ടെത്താൻ പറ്റും, അതേപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച കൊണ്ടുവരാനും പറ്റും. അതിന്റെ കൂടെ തന്നെ മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പം ഒറ്റൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ നാളെ മരിച്ചു പോവുക, നമ്മൾ വിചാരിക്കാം നാളെ അടുത്ത ദിവസം ചെയ്യാം, പിന്നെ നോക്കാം, പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ നീട്ടി നീട്ടി വെക്കുന്നുണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുക അറിയോ, നമ്മൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോവാണ്. അപ്പൊ ആ മരിച്ചു പോകാൻ നമുക്ക് എന്താ ഒരു മനസ്സിലൊരു റിഗ്രറ്റ് ഉണ്ടാവാന്നറിയോ, ഞാൻ എൻ്റെ അത്രയും ഒരു ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് കൂടി ചിലപ്പോ ചില ആളുകൾക്ക് എന്താ സംഭവിക്കുക അറിയോ, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യലായിരിക്കാം, സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യലായിരിക്കാം അവരുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അത് ത്രൂ ഒരുപാട് മനുഷ്യന്മാരുടെ ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ ബെറ്റർമെന്റ്. ഇപ്പം ഈ സൂം കണ്ടുപിടിച്ച ആളൊക്കെ അല്ലേ, അവരെന്തൊരു നല്ല സർവീസ് ആണ്. ഇപ്പം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും കിട്ടുന്നുണ്ട്. ഇത് ത്രൂ എത്ര ആളുകൾ ഓൺലൈൻ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് നടത്തുന്ന പോലെ തന്നെ ഒരുപാട് മനുഷ്യര് ജീവിതത്തിൽ ഹീലിംഗ് സംഭവിക്കാൻ പോലും ഈ സൂം കൊണ്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരും അവരുടെ പേർപ്പസ് ഫുൾഫിൽമെന്റ് കൂടെ പ്രോഫിറ്റും പാഷനും പ്രൊഫഷനും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നേടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അറ്റ് ദി എൻഡ് ഓരോ മനുഷ്യന്മാർക്കും മറ്റുള്ള മനുഷ്യന്മാർക്കൊരു താങ്ങാവുക, തണലാവുക, അതിനുള്ള ഏത് മേഖലയിലാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി വർക്കൗട്ട് ആവുക എന്നുള്ളത് എല്ലാവരും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ഉപയോഗപ്പെടുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോ ഇതേപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റി, നമ്മളുടെ ആ യുണീക്ക് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ, നമ്മൾ കാരണം ഈ ഭൂമിയിലേക്ക് വരേണ്ട ചില എക്യുപ്മെന്റ്സ് ഉണ്ടായേക്കാം, ചില സർവീസുകൾ ഉണ്ടായേക്കാം, ഇപ്പം നമ്മളുടെ ചിലപ്പം ജോബുകൾ തന്നെ ആയിരിക്കാം. ഒരുപാട് മനുഷ്യന്മാർക്ക് താങ്ങാവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായി മാറിയേക്കാം. അപ്പോൾ മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു സഹായമായി മാറുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മളുടെ ഭാഗത്തു നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് എല്ലാ സമയത്തും മനസ്സിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 4 കാര്യങ്ങൾ 4P എന്ന് വേണമെങ്കിൽ പറയാം, 3P'സിനെ കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് Pയിലേക്ക് കണക്ട് ചെയ്യും. എന്തൊക്കെ? പാഷനും പ്രൊഫഷനും പ്രോഫിറ്റും പേർപ്പസും. ഈ 4 ഇനി മുന്നോട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേട്ടപ്പോൾ ഇതൊക്കെ ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അല്ലേന്ന് തോന്നും. പക്ഷെ ഈ 4P'സിനെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവം, ഈ 4P'സിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഒറിജിനൽ ആയിട്ടുള്ള പാഷൻ, ഇപ്പം അധികം ആൾക്കാർക്ക് അവരുടെ ട്രോമ പ്രകാരമുള്ള ചില പാഷൻസ് ഉണ്ടാവും. ചെറുപ്പത്തിൽ ചില ക്രിറ്റിസിസംസ് ഒക്കെ കിട്ടിയ പ്രകാരം അതല്ല നിന്റെ മേഖല, ഇത് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെറുപ്പത്തിലെ വളർത്തി കൊണ്ടുപോകുന്നപ്പോൾ ചിലപ്പോൾ അത് ത്രൂ വന്നിട്ടുള്ള ചില പാഷൻസ് ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സൊന്ന് വൃത്തിയാക്കണം. നമ്മളെല്ലാ ഇതിലും പറയും പോലെ മൈൻഡ് റീപ്രോഗ്രാമിംഗ്, മൈൻഡിനെ പറ്റി പഠിച്ചവർക്ക് അറിയാൻ മതി. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും അസൂയ, ദേഷ്യം, അഹങ്കാരം, റിവെഞ്ച് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുത്തിട്ട് നമ്മളുടെ മനസ്സിലേക്ക് നല്ല ഗ്രാറ്റിറ്റ്യൂഡിന്റെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതൽ ചിന്തകൾ ലൈഫിൽ കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പണ്ട് ചിന്തിച്ച രീതിയിലല്ല പിന്നീട് ചിന്തിക്കാം. ആ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തയിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ഈ 4 കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ. നേരിട്ട് കണക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈഫിൽ എല്ലാവരും ഈ 4 കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പാഷനും പ്രൊഫഷനും, അത് ത്രൂ പ്രോഫിറ്റും ഉണ്ടാക്കണം. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മേഖല കറക്റ്റ്, അതിന്റെ മോണിറ്റൈസേഷൻ കറക്റ്റ് പഠിച്ചതിന് ശേഷം ആ മേഖലയിലേക്ക് ഇറങ്ങും. നേരിട്ട് പോയിട്ട് അതിലേക്ക് ഇറങ്ങുന്നതിന് പകരം മോണിറ്റൈസേഷനും കൂടി പഠിച്ചതിന് ശേഷം കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുക നമ്മൾ പണത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം മനുഷ്യന്മാരിലേക്ക് നമുക്ക് സഹായമായിട്ട് എത്താൻ പറ്റുമോ അത്രത്തോളം വരുമാനം നമ്മൾക്ക് വരികയും ചെയ്യും. അവർക്കൊരു സഹായം നമ്പർ ഓഫ് ആളുകൾ, എത്ര ആളുകളുടെ ലൈഫിലേക്ക് നമ്മൾക്ക് സഹായമായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും.
അതിനനുസരിച്ച് നമ്മളുടെ ലൈഫിലേക്ക് സാമ്പത്തിക വളർച്ച വരികയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 4 കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ ദിവസവും എണീക്കുന്ന സമയത്ത് നമ്മൾ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ നമ്മൾ ദുനിയാവിലും ആഹിറത്തിലും വിജയിക്കാന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലുള്ള ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോ ദിവസവും എണീക്കുന്ന സമയത്ത് നമ്മൾ ഊർജ്ജസ്വലരായിരിക്കും. ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. കാരണം എന്താ പറയുക, ഓരോ നിമിഷം വേസ്റ്റ് ചെയ്യപ്പെടുന്നതനുസരിച്ച് നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ പറയും നമ്മുടെ സമയം കേട്ടോ ഈ ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതാ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വെറുതെ റീല് കണ്ടിരുന്നോണ്ടും ഗെയിം കളിച്ചതുകൊണ്ടും അല്ലെങ്കിൽ സിനിമ കണ്ടിരുന്നോണ്ടൊന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്തൂല. നേരിട്ട് ഇറങ്ങിക്കോ, ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തിക്കോ എന്ന് നമ്മളെ മൈൻഡ് നമ്മളോട് ഇങ്ങനെ പറയും. ഒരിക്കലും നമ്മളെ മൈൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ തുടങ്ങിയിട്ട് ഓരോ നല്ല നല്ല ആക്ഷൻസ് ലൈഫിൽ എടുക്കാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും ഇത് ത്രൂ ഇങ്ങനെ 4 സെക്ടർ തമ്മിൽ കണക്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റാറുണ്ടോന്ന് അങ്ങനെ കണക്ട് ചെയ്യുന്ന മനുഷ്യന്മാരാണ് കേട്ടോ ലൈഫിൽ അധികം ആൾക്കാരും ബില്യനേഴ്സ് ആയിട്ടും അതേപോലെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരെല്ലാവരും ആ രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ പാഷനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ യൂണിക്നെസ് പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങണം. നമ്മുടെ യൂണിക്നെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളിപ്പോൾ യുണീക്നെസ് പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള വർക്ക്ഷോപ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഓരോരുത്തരുടെയും ഈ ഇൻബോൺ ഇപ്പം ഇപ്പം നമ്മൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനിടയിൽ നമ്മളുടെ മനസ്സിലേക്ക് കയറിയിട്ടുള്ള ട്രോമകൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യും. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി ആണുള്ളത്. ആ പേഴ്സണാലിറ്റിനെ കുറിച്ച് ഒരു പഠനം നടത്തും. ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിലെയും ബുദ്ധി വൈദഗ്ധ്യം ഏത് മേഖലയിലാണ്, ഓരോ മേഖലയിലും എത്ര ശതമാനമാണ് ഇപ്പം കറന്റ്ലി ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ 2 ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം ആ 2 ടെസ്റ്റുകളിലെയും കോമൺ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് എടുക്കും. ദാറ്റ് മീൻസ് വ്യക്തിത്വപരമായിട്ടും ബുദ്ധിശക്തിപരമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറഞ്ഞാൽ ആ മേഖല ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഉണ്ടാവുക. ആ മേഖലകൾ കുറച്ച് ഒരു കാര്യം മാത്രമല്ല, കുറച്ച് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ ഓഫ് ഐറ്റംസ് എടുത്തിട്ട് നമ്മളുടെ സ്റ്റുഡൻസ് ആരാണോ, നമ്മളുടെ ഇപ്പം കുട്ടികളുണ്ടാവും, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ കൗൺസിലിംഗ് ത്രൂ അവരുടെ ഏറ്റവും യുണീക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മടിയും കൂടാതെ എല്ലാ സമയത്തും 100% ഡെഡിക്കേഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല മനസ്സിലാക്കിയിട്ട് ആ മേഖലയിലേക്ക് സാവധാനത്തിൽ ഒറ്റയടിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം മെല്ലെ മെല്ലെ ഇപ്പം കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ നിന്നുകൊണ്ട് തന്നെ നെക്സ്റ്റ് ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇപ്പം അറിവാണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഗെയിൻ ചെയ്ത് ഒരു സ്ലോലി ഉള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് നമ്മൾ അവരെ പ്രാപ്തരാക്കുകയാണ് ഈ യുണീക്നെസ് പ്രോഗ്രാംസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ടേക്ക് അവേസോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും? നുസ്രത്താണ്. ഞാൻ നിങ്ങളെ മാനേജ്മെന്റിലെ ആ സ്കില്ലിനെ പറ്റി പറഞ്ഞപ്പോഴേ കേരളത്തിലെ ഈ വേൾഡിലെ ഒരുവിധം മൾട്ടിനാഷണൽ കമ്പനിയിലെ മാനേജേഴ്സ് അധികം കേരളക്കാരാണ്. കാരണം എന്താ വെച്ചാല് കേരളക്കാരായി ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ട്രെയിനിലാണ്. മാം ട്രെയിനിലാണോ? ഫുള്ള് ലാസ്റ്റിലേക്ക് പറഞ്ഞത് കേട്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റിലേക്ക് എന്താന്ന് വെച്ചാലേ അയക്കും എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്കില്ലാണ് കേരളക്കാർക്ക് കൂടുതലുള്ളത്.
വേൾഡിൽ ഒരുവിധം മൊത്തം മൾട്ടിനാഷണൽ മാനേജേഴ്സും കേരളക്കാരാണ് ഒരുവിധം അധികം. അപ്പോ നമ്മളെ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയിലെ ആളുകൾക്ക് ഓരോ സ്കില്ലുണ്ട്. ആ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത മൈക്ക്. ഓക്കെ 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 താങ്ക് യു മാം. ഇതേപോലെ തന്നെ നമുക്ക് ശരിക്കും ഈ 4 മേഖലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളിലൂടെ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും വെക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റവും വേണം, അതേപോലെ വാല്യൂസും ഹോൾഡ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഒരു ജോലി ചെയ്യായിക്കോട്ടെ, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിൽ പോവുകയാണെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളുടെ എല്ലാവരും അറിയണ്ടാവും ഐ ഡി ഫ്രഷ് എന്ന് പറഞ്ഞ കമ്പനി അറിയില്ലേ, മുസ്തഫ പീസിന്റെ. അപ്പം ഈ എന്താണ് അറിയാം മൂപ്പര് IIM പഠിച്ച കുട്ടിയല്ലേ? അതെ 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 ബാംഗ്ലൂര്. അതെ. ആള് ശരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ചെറിയ സ്നാക്സിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു തുടങ്ങിയത്. ഇപ്പം പിന്നീട് മെല്ലെ മെല്ലെ ഈ ഇഡ്ഡലിന്റെ മാവ് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. ആളും ആളുടെ 2 ഫ്രണ്ട്സും കൂടെ കസിൻസ് തന്നെയാന്ന് തോന്നുന്നു, ഇഡ്ഡലി മാവ്. അതെ. അപ്പൊ കസിൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ബിസിനസ് ഒക്കെ പച്ച പിടിപ്പിച്ച് കൊണ്ടുവരാൻ കുറച്ച് പണിയാണല്ലോ. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു വലിയൊരു ഓർഡർ വന്ന് $2 മില്യൺ ഓർഡറാണ്. മീൻസ് വലിയ ഓർഡർ മീൻസ് വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അവർ സ്നാക്സ് ആണ് അവരോട് ഓർഡർ ചെയ്തത്. ചെറിയ എന്തോ ഒരു ഈ പൊട്ടാറ്റോ കൊണ്ട് ഈ ഉരുളക്കയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന എന്തോ ഒരു സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരെ കമ്പനി ആ സമയത്ത്. അപ്പോൾ അവരിങ്ങനെ വലിയ ഓർഡർ, വലിയ എമൗണ്ടിന്റെ ഓർഡർ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓർഡർ ആയിരുന്നു. പക്ഷെ അവർ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, അവരെ ടീമുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവർ പറഞ്ഞു ഇത് ശരിക്കും ആ 5 സ്റ്റാർ ഹോട്ടലിലെ ബാറില് കള്ള് കുടിക്കുന്നവർക്ക്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള സ്നാക്ക് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മീൻസ് അവരുടെ പ്രൊഡക്റ്റ് പോകുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരൊരു തീരുമാനം എടുത്തത് എന്താ അറിയോ, ആ കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നില്ല നമ്മളെ പ്രൊഡക്റ്റ്. മീൻസ് വലിയ ഓർഡറാണ്, മില്യൺ കണക്കിന് ഡോളറിന്റെ ഓർഡർ, ഇങ്ങനെ എല്ലാ മന്ത്ലി നല്ല പൈസക്ക് ഇൻകം വരുത്താനും അതേപോലെ അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പക്ഷെ എന്നിട്ടും അവരുടെ വാല്യൂസിൽ അവർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ റിലീജിയസ് പരമായിട്ടുള്ള ഇങ്ങനെ ഈ മദ്യപാനം അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൽക്കഹോൾസ് അല്ലെങ്കിൽ ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവരുടെ ബിസിനസ്സിൽ അവർ കൊണ്ടുവരില്ല എന്നുള്ള ഒരു വാല്യൂസ് അവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ചില കമ്പനികൾ സത്യം മാത്രമേ പറയൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനികളുണ്ടാവും. ആ രീതിയിലുള്ള ഒരു വാല്യൂസും കൂടെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവണം. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ആ ഓർഡർ അവർ ഒഴിവാക്കി. പക്ഷെ എന്താ സംഭവിച്ചറിയോ, ആ ഓർഡർ ഒഴിവാക്കിയപ്പം നമ്മൾ പറയാറില്ലേ, നമ്മളുടെ വിശ്വാസപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചില സ്ഥലത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാണല്ലോ, അത് ഫോളോ ചെയ്തതിന് നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യരോട് അത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്, ആ കമ്പനി ഇപ്പം 1000 കോടിയിലധികം ടേൺ ഓവറുള്ള കമ്പനി. ഒരു കൊല്ലത്തിന് 1000 കോടി രൂപേനെക്കാട്ടും കൂടുതൽ ടേൺ ഓവർ ബിസിനസ് നടക്കുന്ന കമ്പനിയാണ് ഇപ്പോൾ. അത്രയും സ്ട്രഗിളിങ്. അപ്പം ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ വാല്യൂസ് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അതിൽ ആവശ്യമില്ലാത്തൊരു മനുഷ്യന്മാർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലാതെ വെറുതെ ഇങ്ങനെ ഈ ചാട്ടവും ആട്ടും അല്ലെങ്കിൽ പാട്ടും എന്നുള്ള രീതിയിലുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരൂ എന്നുള്ളൊരു വാല്യൂ സിസ്റ്റം കൂടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഓർമ്മയപ്പോൾ ആ സ്റ്റോറി ഒന്ന് പറഞ്ഞതാട്ടെ. എല്ലാവരുടെയും മനസ്സിലൊന്ന് നിൽക്കുക. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പല ഐഡിയകളായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് വരും. ആ സമയത്ത് ഒന്ന് ചിന്തിക്കുക. ആ സമയം ചിലപ്പം നിങ്ങൾക്ക് ഇപ്പം കുറച്ച് മോണിറ്ററി ബെനിഫിറ്റ് കാര്യങ്ങൾ കിട്ടിയേക്കാം, പക്ഷെ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് നിങ്ങളെ വല്ലാതെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി പോകും.
അതുകൊണ്ട് എപ്പോഴും ആ വാല്യൂ സിസ്റ്റം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ജസ്റ്റ് ഞാൻ അതിങ്ങനെ കണക്ട് ആയപ്പോൾ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ ട്രോമ ഹീലിംഗ് ചെയ്യുന്നുണ്ടോ? ആ മാം ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ ട്യൂൾ എന്താണ്? അല്ല അത് ഓരോരുത്തരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളതാണ് മാം. നമുക്ക് ഏതായാലും കണക്ട് ചെയ്യാം. ശരി. വേറെ ആരാണ്? അസ്ല മാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ എന്നാ? അല്ല, ഇത് ഞാൻ ആക്ച്വലി തേടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എന്റെ പാഷന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കുറച്ചായി. അപ്പം പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എടുത്ത് വെക്കാൻ ഇപ്പൊ വല്ലാത്തൊരു ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പൊ സാറ് ഈ ടോപ്പിക് തന്നെ എടുത്ത് വന്നത്. ഇത് നമുക്ക് പ്രൊഫഷൻ ആക്കിയിട്ട് ഫിനാൻഷ്യൽ ഇൻകം നേടിയെടുക്കാൻ പറ്റുമോ ഒക്കെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കിട്ടിയത്. എനിവേ ഭയങ്കര ഹാപ്പിയായി. താങ്ക്സ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്ത ആരാണ്? ഷമീമ മാം. സർ, എന്റെ ക്ലിയർ ആവോ, വോയിസ് ക്ലിയർ ആവോന്ന് അറിയില്ല. ഞാൻ യാത്രയിലാണ്, അതാണ് മിണ്ടാണ്ടിരുന്ന ക്ലാസ് കേൾക്കുന്നത്. ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ, ആ ഹീലിംഗ്, നിങ്ങള് ഹീലിങ്സ് അത് ചെയ്യുന്ന ചോദിച്ചല്ലോ, നമ്മുടെ ചെറുപ്പത്തിലെ ട്രോമാസ്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാറിന്റെ കഴിഞ്ഞ സെക്ഷനിൽ പങ്കെടുത്ത് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ അതിന്റെ നമ്മുടെ വിഷമത്തിന്റെ അങ്ങേ എൻഡിങ്ങിൽ എത്തുന്ന സമയത്താണ്. അപ്പൊ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം, അല്ലെങ്കിൽ അവരുടെ പേർപ്പസ് എന്നൊക്കെ പറയുന്നത് സ്നേഹം, അല്ലെങ്കിൽ വികാരത്തിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു മനുഷ്യനെ കേട്ടിരിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ കഴിവാണ്. അതിനൊരു ഉദാഹരണമാണ് എനിക്ക് അഫ്സൽ സാറ്. ഞാൻ സൈക്കോളജി ഫീൽഡ് ആണെങ്കിലും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ ദൈവഭക്തി അല്ലെങ്കിൽ പടച്ചവനഭക്തി, അതിന് കൂടെ തന്നെ ഒരു മനുഷ്യർക്ക് കൊടുക്കേണ്ട എല്ലാ മെഡിസിനും വാക്കിലൂടെ കൊടുക്കുക എന്ന് പറയില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും വല്ലാത്തൊരു, ഞാനൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് സാറിന്റെ ഇതിൽ ജോയിൻ ചെയ്യുന്നത്, സാറിന്റെ സെക്ഷനില്, ഓഫ്ലൈൻ സെക്ഷനിൽ. അപ്പൊ ആ ചോദിച്ച വ്യക്തിയോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ട്രോമാസ് എന്താണെങ്കിലും ഒരുപാട് ആളുകളുടെ ചുറ്റിനും എല്ലാവരെയും മറന്നിട്ട് നമുക്കത് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിലോ നമ്മുടെ ഉള്ളിലോ നമ്മുടെ കൊഗ്നീഷനിലൊക്കെ കിടക്കണം. സോ ഈ ട്രാവലിംഗിലായതുകൊണ്ട് ഞാൻ വല്ലാണ്ട് കേട്ടിട്ടില്ല. എനിക്ക് സാറിന്റെ ക്ലാസ്സിന് ശരിക്കും പറഞ്ഞാല് ഓരോ ക്ലാസ്സുകളും സാർ എടുക്കുന്നത് വെറൈറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്ക് കുറെ നോട്ട് ചെയ്യാൻ പറ്റി. ഞാൻ പൊതുവേ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കുന്ന, നോട്ട് ചെയ്യുന്ന ഒരാളായിട്ട് പിന്നെ അത് വായിച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ പതിയെ പതിയെ ഞാൻ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പല ആളുകളുടെയും ഡ്രീംസും അതിലേക്ക് എന്താ പറയാ കണക്ട് ആയിട്ടുള്ള വാക്കുകളും സാറ് പറയുന്ന വാക്കുകളൊക്കെ ഒരുപാട് എനിക്ക് കിട്ടി. പിന്നെ റിസ്വാൻ, ഇതിൽ എന്റെ ഒരു ബ്രദർ കയറിയിട്ടുണ്ട്. എന്റെ ബ്രദർ പറഞ്ഞാൽ എന്റെ സ്വന്തം ബ്രദർ അല്ല, ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഓൺലൈൻ സെക്ഷനിൽ നിന്ന് പരിചയപ്പെട്ട കുട്ടിയാണ്. പക്ഷെ നല്ല സ്കില്ലുള്ള ആളാണ്. അവനെ ഞാൻ അങ്ങ് ചേർത്ത് പിടിച്ചു. ആൾ ആ കാര്യത്തിൽ ഓക്കെ ആയി, ഒരുപാട് ഉയരങ്ങളിലാണ് നിൽക്കുന്നത്. ചെറിയ കൗൺസിലർ ഒന്നും അല്ല. അക്കാഡമിക്കൽ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് അവൻ്റെത്. അപ്പോ അവനും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് എപ്പോഴും പറയാം, അവൻ ഇത് അങ്ങനെ ആവും, ഇത്ത ഇങ്ങനെ ആവും, ഇത്ത അത് ചെയ്ത ഇത് ചെയ്യാൻ ഒരു ബോഡി ഗാർഡ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രദർ അല്ല അവൻ, അതിൽ കൂടുതൽ എന്നെ എല്ലാത്തിനും ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവനക്ക് ലിങ്ക് വിട്ട് കൊടുത്തിരുന്നു, നീ എന്തായാലും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സോ ഇതിലുള്ള എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയണേ, നമുക്ക് ഏത് ക്ലാസ്സും വെറുതെ കിട്ടുകയാണെങ്കിലും ക്യാഷിന് കിട്ടുകയാണെങ്കിലൊക്കെ നമ്മൾ ക്യാഷിന് കിട്ടുന്ന ക്ലാസ് ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കും. പക്ഷെ വെറുതെ കിട്ടുന്ന ക്ലാസ്സുകൾ നമ്മൾ അത്ര വാല്യൂ കൊടുക്കാറില്ല. ബട്ട് നമ്മൾ ക്ലാസ് ഫീ കൊടുത്ത് കേൾക്കുന്ന ക്ലാസ്സിനിലേറെ ഈ സെക്ഷനുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ടെന്ന് പഠിക്കാം. അപ്പൊ ഒരു സെക്ഷൻ കേട്ടിട്ട് പിന്നെ നമ്മൾ അത് വേണ്ട, ഇതുപോലെ ആയിരിക്കും എല്ലാ സെക്ഷനും ഓർക്കാണ്ട് ഓരോ സെക്ഷനിലും സാർ തരുന്ന ടോപ്പിക് അത്രയും വെറൈറ്റി ആണ്, അത്രയും യുണീക്ക് ആണെന്ന് തന്നെ പറയാം ഓരോ മനുഷ്യർക്കും. അപ്പോ ചിലർ ഇരുന്ന് കരയുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോ കോളൊക്കെ കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഒരാൾ വീഡിയോ കോളിൽ വന്നിരുന്ന് കരയുന്നത് ശ്രദ്ധിച്ചായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും പേരൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. സോ സാറിന്റെ ഓരോ സെക്ഷനും അടിപൊളിയാണ്. അപ്പോൾ നമ്മളാണ് അതിനെ ഒന്നും കൂടെ അത് കഴിവുള്ളതാണോ അല്ലേ എന്നൊക്കെ കൺഫേം ചെയ്യേണ്ടത്. സാറ് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി എടുക്കുക. ഓരോ സെക്ഷനും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ സ്കിൽ എന്താണെന്നുള്ളത് നമുക്കൊരു വിധമൊക്കെ മനസ്സിലായി കാണും. അതിനെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുക. നമുക്ക് എല്ലാം കഴിയും എന്ന് പറയുന്നതിലുപരി നമ്മളെക്കാളും മുതിർന്നവരോട് ചില വിഷമങ്ങളോ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ ഇന്നത്തെ സെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. സോ അതിന് സാർക്ക് പ്രത്യേകം ഒരു താങ്ക്സ് തരികയാണ്. ചില പ്രൗഡ് മൊമെന്റ്സ് എന്നൊക്കെ പറയില്ലേ, അത് സാറ് ഫേസിന് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ എന്തായാലും അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഈ ഷമീമ മാമിന്റെ പ്രത്യേകത എന്താ അറിയോ,
നമ്മൾ എടുത്തതിനെക്കാട്ടിലും ഉഷാറാക്കി മാം പറഞ്ഞോളൂ. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു. ഇങ്ങനെ ആൾക്കാരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടെ ഉള്ളപ്പോഴാണ് ഒരു സന്തോഷം ഉണ്ടാവുക. ഏതായാലും അടുത്തത് മുംതാസ് മാം. മുംതാസ് മുമു. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്സോ അല്ലെങ്കിൽ സതീഷ് സാർ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് അറിയുന്ന കാര്യമാണോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, അത് പറയുന്ന ആരാണ്, എവിടെ നിന്നാണ് പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്രയും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ശ്രദ്ധയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം വളരെ ഡീപ് ഡൗൺ എന്താ പറയുക അതിന്, യു ആർ ഡിസൈൻഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പൊ ഈ പർപ്പസിൽ ഡിസൈൻ ചെയ്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് എഫക്റ്റീവ് ആവും. അതാണ് അതിന്റെ ട്രൂത്ത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ എവറി ഡേ നമ്മൾ ലേണിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് സംതിങ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ദാറ്റ് യു എക്സ്പ്ലെയിൻഡ് എവറിഥിങ് ഇൻ സച്ച് എ വണ്ടർഫുൾ വേ. I love to be again in this program. Thank you. വേറെ ആർക്കെങ്കിലും പറയാണ്ടോ? മുഹമ്മദ് ഫവാസ്, റസിയ, മുബീന, സോഫിയ, മുംതാസ്, മൈമൂനത്ത്, ഫാത്തിമ, ഷാദിയ, നശ്വ, സല, ഹിബ, മുർഷിദ. നമ്മളാളാണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്സോ ഒപ്പീനിയൻസോ സജഷൻസോ എന്താണ് പറയട്ടെ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്താ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിച്ച ടോപ്പിക്കിലേക്ക് നമ്മളുടെ പാഷനും പേർപ്പസും എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള എന്തെങ്കിലും വേറെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യട്ടോ. നമുക്ക് അങ്ങനെ നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ്, നമുക്കും പഠിക്കാലോ. മിസ്ന നിങ്ങൾക്ക് എന്താ ആഡ് ചെയ്യാണ്ടോ? ഇതിന്റെ റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മിസ്ന ഒന്ന് മിണ്ടാണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല കുഴപ്പമില്ല. എല്ലാവരും അങ്ങനെ തന്നെ മാക്സിമം എല്ലാവരും സാറ് പറഞ്ഞ പോലെ ക്ലിയർ ബ്രേക്ക് ചെയ്ത് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ സ്റ്റോറി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഇവിടെ നമ്മൾ സ്ട്രക്ചർ റൈറ്റിംഗിന്റെ കാര്യം പറയാമോ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. പാഷന്റെ പർപ്പസ് ഞാൻ പറയുമ്പോൾ ഇവിടെ സാറ് പറഞ്ഞ പോലെ നമ്മൾ അതിന് വേണ്ടി ഒരു മണിയോ അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റും. അത് നമുക്ക് പാഷനായിട്ട് പ്രോഫിറ്റ് ആയി പോയി ഹലോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കുന്നുണ്ട്. ആ നെറ്റിന്റെ ഇഷ്യൂ ഇടുന്നത് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം സംസാരിച്ചിരിക്കാൻ. അത് കേട്ടിരുന്നോ? അതിപ്പോ കേട്ട്. ഓക്കെ. എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ സംസാരിച്ചിരിക്കുക, പക്ഷെ ഓരോരുത്തർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത്രയും ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് നിങ്ങൾ പർപ്പസിലേക്കൊക്കെ എത്തിക്കും എന്നുള്ളൊരു സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം, ഞാൻ എത്ര വേണേലും സംസാരിച്ചിരിക്കും. ഒരു മിസ്സിന്റെ കൂടെ പരിപാടിക്ക് പോയിട്ട് എറണാകുളം ടു കോട്ടക്കൽ വരെ ഏകദേശം 3.5 മണിക്കൂർ എടുത്ത് ജേർണി ഉണ്ടാവും, എറണാകുളത്ത് നിന്ന് കോട്ടയ്ക്ക്. ഞങ്ങൾ ഇരുന്ന് വർത്തമാനം പറയുന്നു, ഞാനും മിസ്സും. നമ്മള് ഫ്രണ്ടൊന്നും അല്ല, ഒരേ ഏജ് ഒന്നും അല്ല, നമ്മൾ ഇരുന്ന് സംസാരിക്കായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടായാലും എന്റെ പരിപാടി എന്താ, സംസാരിക്കാൻ. ആര് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ. ഇപ്പോഴാണ് അതൊരു പ്രോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജോബായിട്ടോ ഞാൻ എത്തിച്ചേർന്നത്. അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ അറിയുന്നവർക്ക് അറിയണം, ബസ്സിൽ കയറിയാലും ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആളുടെ അടുത്തേക്ക് ഒന്നും സംസാരിക്കാൻ ഇല്ലാതായിട്ടില്ല. എന്തേലൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോ ഇറങ്ങുമ്പോ പറയും കഴിഞ്ഞില്ല അല്ലേ എന്ന്. അപ്പൊ എല്ലാവരും ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പൊ ചിലർക്ക് ആർട്ട് ചെയ്യാന്നുള്ളതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാന്നുള്ളതാവും, വരയ്ക്കാന്നുള്ളതാവും, ചിലപ്പോൾ ചെയ്യുക. അപ്പൊ ചില കുട്ടികളൊക്കെ നല്ലതായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർ പറയും എനിക്ക് ഓർഡേഴ്സ് ഒന്നും വരാറില്ല. അപ്പൊ നിങ്ങള് അവിടെ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിർത്തി വെക്കേണ്ട, കണ്ടിന്യൂ ചെയ്യുക. നമ്മളെ ടൈമിംഗ് എപ്പോഴാന്നൊക്കെ അറിയില്ല, നമ്മൾ എല്ലാ സമയത്തും റെഡി ആയിട്ടിരിക്കണം നമ്മളെ കഴിവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. പിന്നൊക്കെ ചെയ്യണം ഇവിടെ എന്നും പറയുന്നോണ്ട് ഞാൻ ഒന്നുകൂടെ പറയണില്ല. ഒരാവശ്യമില്ലാതെ മൈൻഡ് ലിഫ്റ്റ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങി, പിന്നെ വെറുതെ അഫ്സൽസറോട് കണക്ട് ചെയ്ത് ടീമിക്ക് ജോയിൻ ആയ ആളാണ്. നമുക്കറിയൂല നമ്മൾ എങ്ങനെയാണ് ആരാണ് കണക്ട് ചെയ്യുന്നത് നമ്മളെ പർപ്പസിലേക്ക് എത്തിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് കഴിഞ്ഞാൽ പോയി കട്ടായി. കുഞ്ഞും കുറെ കർശനം അങ്ങനെയാണെന്നാണ് എപ്പോഴും ചെയ്യാറ്. ഓക്കെ,
ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സ്റ്റോറി ഇതുപോലെ പറയാനുണ്ടെങ്കിൽ പറയാം, എന്തും പറയാം ഇവിടെ എന്നുള്ളതാണ്. ഫിയർ ബ്രേക്ക് ചെയ്തില്ലൊരു മുന്നോട്ട് വരാന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. ഫിയർ ഉണ്ടായിട്ടൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത്, ഒന്നും പറയാനില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം മാം, പറഞ്ഞോളൂ. ഞാൻ സാറ് പറഞ്ഞ ഒരു കാര്യം ബന്ധപ്പെടുത്തിയിട്ടല്ല കേട്ടോ. ഞാൻ മെഡിറ്റേഷൻ ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. മെഡിറ്റേഷൻ കഴിഞ്ഞ സമയത്ത് അതിലിങ്ങനെ നന്ദി പറയുക, അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചില ആൾക്കാരെ നമ്മൾ പറയും ഒരു നന്ദി ഇല്ലാത്ത സ്വഭാവമാണ് ഒരു ആ ആൾക്ക് എന്ന് പറയും. ആദ്യം നമ്മളെ ക്രിയേറ്ററിനടുത്ത് നന്ദി പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇത് ആ ആൾ നമ്മൾക്ക് നന്ദി പറയുമെന്നാ പറയും. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. നമ്മളെന്താ പറയാ, ഒരു നന്ദി, നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ നമുക്ക് അതേ റെസ്പോൺസ് കിട്ടാതെ നമ്മൾ പറയും ഒരു നന്ദിയില്ലാത്ത സ്വഭാവമാണ്, ഒരു നന്ദി ഇല്ലാത്തൊരു ഇതാണ്. നമ്മളത് നന്ദി പറയുന്നുണ്ടോ? നമ്മളെ ഏറ്റവും മേലുള്ള ഒരാൾക്ക് നമ്മൾ നന്ദി പറയലില്ല. എന്നിട്ട് താഴെയുള്ള ഒരാൾ നമുക്ക് നന്ദി പറയണമെന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി എത്രത്തോളം ആണത് എന്നുള്ളത്. താങ്ക് യു ഫോർ ഷെയറിംഗ്. ഒരു കാര്യം കൂടെ പറഞ്ഞതുമായിട്ട് ബന്ധമില്ല. കാരണം ഇതിൽ കുറച്ച് മിസ്സായി പോയി. എന്താ വെച്ചാൽ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ എന്റെ പിന്നാലെ ഇത് ഓഫാക്കിയിട്ടാണ് ഞാൻ പോയി. എത്തിന്റെ ശരീരമുണ്ടായിരുന്നു, അങ്ങനെ പോയി. ഞാൻ ആ കാര്യം ഇങ്ങനെ പറയണമെന്ന് വെച്ച് ഞാൻ മെഡിറ്റേഷന്റെ സമയത്ത് വേറെ എന്തെല്ലാം മൈന്യൂട്ടായ കാര്യം എന്തൊക്കെയാണോ നന്ദി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ ഫസ്റ്റ് പറഞ്ഞത് കിടന്ന ബെഡിന് നന്ദി പറയാനാണ്. ഞാൻ ആ നല്ല കുട്ടി അതിനൊക്കെ ഇങ്ങനെ നന്ദി പറയുന്നു. ശ്രദ്ധിക്കൂലല്ല. അതിനൊക്കെ നന്ദി പറഞ്ഞിട്ടെങ്കിലേ നിങ്ങള് ജസ്റ്റ് ഒന്ന് രാത്രി ബസ് സ്റ്റാൻഡിന്റെ അടുത്തൂടെ ഒന്ന് നടന്നു നോക്കിയത്, പുറത്തൂടെ ഒന്ന് നടന്നു നോക്കിയാൽ അറിയാം ഒരു ബെഡില്ലാത്ത എത്ര അങ്ങനല്ല നമ്മള് തുമ്മിയാൽ അൽഹംദുലില്ലാ, നമ്മള് എന്തെങ്കിലും കിട്ടിയാലാണ് അൽഹംദുലില്ലാ പറയല്. അല്ലാതെ ഞാൻ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ കോഴിക്കോട് പുറത്ത് പോയാൽ മതി, അല്ല ഈ നായ്ക്കൾ നടക്കുന്നതൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നതും ബുദ്ധിമുട്ടും എത്രയോ ബ്ലസ്സാണ്. പക്ഷെ നമുക്ക് അതൊന്നും ഓർമ്മ വരില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമ്മൾ ആഗ്രഹം നടന്നാലാണ് നമ്മള് അൽഹംദുലില്ലാ അതിങ്ങനെ പറയുക. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒന്നും പറയൂല. അപ്പൊ അതിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ കേട്ടോ. ഇപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഉമ്മാന് 4 മക്കൾ ഇവിടെ ജോയിൻ ആയിരുന്നു. കാക്ക നമുക്ക് റേഞ്ച് ഇഷ്യൂ കാരണം പിന്നെ കട്ടായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കട്ടോ. വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ആ ക്ലാസ്സിൽ വരുന്ന സാധനം അല്ലെങ്കിൽ ഈ സാധനം നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായി പോകും. ഇപ്പൊ സിബ്ലിങ്സിലായാലും അല്ലെങ്കിൽ ഇപ്പൊ കസിൻസിന്റെ ഇടയിലും നമുക്ക് ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞേക്കാറില്ല എന്തപ്പോ ഇങ്ങനെ വിളിച്ചു വർത്താനം പറഞ്ഞിട്ട്. നമ്മളിപ്പോ ഇന്നലെ ഗ്രൂപ്പ് കോൾ ചെയ്തപ്പോ പറഞ്ഞു തരുന്നു ഇന്ന് ഇങ്ങനെ സെഷനിൽ ജോയിൻ ചെയ്യണട്ടാന്നുള്ളത്. ഇപ്പൊ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം. നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടെ രസം ഉണ്ടായിരിക്കും. നമുക്കൊന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഒരേ മൈൻഡ് സെറ്റിക്ക് എത്തും. ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയൂലേ, അതൊന്നുകൂടെ പോസിറ്റീവായിട്ട് എത്തിക്കാം അങ്ങനത്തെ എല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ. മിസ്സിന് പറഞ്ഞത് സത്യമായിട്ടാ. മിസ്സിനെ നിങ്ങളെ സെഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ അപ്പുറത്തുണ്ടാവും ഫുള്ള് റീൽസ് കാണുക, കമന്റ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക. എനിക്കതാവും പരിപാടി. യൂട്യൂബ് കാണുക, വാട്സപ്പിൽ സ്റ്റോറി കാണുക, സ്റ്റാറ്റസ് കാണുന്നതാണ് പണി. ഇവളിങ്ങനെ എന്നും വന്ന് പറയും. അപ്പൊ ഞാൻ ഒന്ന് പോയിക്കാം ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ട് അവസാനം ഞാൻ ജസ്റ്റ് ഒന്ന് കേറി നോക്കാം എന്നുള്ള അങ്ങനെയാണ് ആ വിഷൻ ബോർഡ് ജനുവരിയിൽ ഫസ്റ്റ് നമ്മൾ നടന്നൊരു സെഷന്റെ വിഷൻ ബോർഡ് ആയിരുന്നു. അന്നാണ് ഞാൻ മിസ്സിനടുത്ത് പറയും വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഒന്നും മൈൻഡ് ചെയ്യില്ല. ക്ലാസ്സിന് കയറി ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തർ ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് രാത്രി ഇരുന്നിട്ട് നെറ്റൊക്കെ ഓഫാക്കിട്ട് ഇരുന്ന് മെനക്കെട്ട് വിഷക്കറിയാം 12:30 വരെ അതിന് ഡിസൈൻ ചെയ്തിട്ട് എനിക്കുള്ള പണി. ഇതാണ് ഓരോരുത്തർക്ക് ഓരോരോ. അതിന് ശേഷം പിന്നെ ഞാൻ മിസ്സിന്റെ അടുത്ത് അതിന് മുന്നേ വിളിച്ച് പറയും ക്ലാസ് എടുത്താൽ ഞാൻ മെയിൻ ചെയ്യില്ല. അപ്പൊ ശനിയാഴ്ച ആയാലും ഞാനൊരു മരുന്നാൻ നിൽക്കുമ്പോഴത്തേന് ഞാൻ എന്റെ ഉച്ചാരോ ഓർത്തൊക്കെ ഞാൻ സ്പീഡാക്കി കൊണ്ടുപോകും. എത്ര ക്ലാസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സ്പീഡാക്കി ഇങ്ങനെ കൊണ്ടുപോകും. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇതേപോലെ എല്ലാരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഇങ്ങനത്തെ നമ്മളുടെ സെഷൻ മാത്രമല്ല ഒരുപാട് ഇങ്ങനത്തെ ഫ്രീ സെഷൻസ് നടക്കും. ഞാനിവിടെ ഫീഡ്ബാക്ക് പറയാത്ത ആൾക്കാരോട് പറയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇവർ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ ഉണ്ട്. ബന്ധമുണ്ടായി എന്താ അങ്ങനല്ല. കാര്യങ്ങളല്ലേ പറഞ്ഞേ.
അങ്ങനെ തന്നെയാണ്. പക്ഷെ നല്ല പ്രൊഫഷൻ അങ്ങനത്തെ കൊടുത്തിട്ടൊന്നുമല്ല. ഞാൻ എന്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞതുള്ളൂ. അപ്പൊ അതേമാതിരി എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്ന അമ്മായും ജോയിൻ ചെയ്തിരുന്നു, അമ്മോന്റെ വൈഫും ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്ന് ലീവ് ആയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടിരുന്ന കുറച്ച് സമയം. അതേപോലെ എന്നുള്ള ഒരാളാണ് നമ്മൾ പായ്ജാമ. ഞാൻ ഒന്നും ജോയിൻ ആയിട്ടില്ല. ഇന്ന് കണ്ടിട്ടില്ല. ഇന്നാള് കുറച്ച് ബിസിയിലാണ് പറഞ്ഞിരുന്നു, എന്തോ ഒരു ഹോസ്പിറ്റലിൽ. അതുകൊണ്ടാവും. ആയിക്കോട്ടെ. ഏതായാലും അടുത്തത് ജാഫർക്ക, നമ്മുടെ നാട്ടുകാരൻ ജാഫർക്ക ഉണ്ട് ഇവിടെ. ജാഫർക്ക എന്തെങ്കിലും പറയാണ്ടോ? സംസാരിക്കാൻ പറ്റുമോ? ഡ്രൈവിംഗിലെങ്ങാനാണോ ജാഫർക്ക? സല എന്ന് പറഞ്ഞ ആള് അൺമ്യൂട്ട് ചെയ്തിരുന്നല്ലോ, പറഞ്ഞോളൂ. ഞാൻ ആരും സംസാരിക്കുന്നത് കേൾക്കാത്തോണ്ട് ഓരോരുത്തരെ വിളിച്ചോ. പറഞ്ഞോളൂ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഓക്കെ. ആക്ച്വലി സാറിന്ന് വിളിക്കണം, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സ്റ്റേജ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. കഴിഞ്ഞ തവണ കയറിയപ്പോൾ ഈ എൻഡിങ് സെഷനിൽ എല്ലാവരും ഓരോന്ന് പറയുന്നത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതിലിപ്പോ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പാസീവായിട്ട് ഇത് പറയുമ്പോൾ ഭയങ്കര ഒരു വെപ്രാളുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചതും പിന്നെ എന്റെ ഭാഗത്തു നിന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സജഷനായിട്ട് പറയണം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീലിംഗ് സെഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് പേർക്ക് നന്ദി പറഞ്ഞ് കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ മുമ്പ് കടന്നുപോയ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായ ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ ഇൻ ദ മൂമെന്റിൽ നമുക്ക് നന്ദി തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ അവരും നമ്മൾ നന്ദി പറയേണ്ടിയിരുന്ന ആളുകളാണ് നമുക്ക് തോന്നും. അപ്പൊ അവരെ കൂടെ ഉൾപ്പെടുത്തായിരുന്നു എന്നൊരു തോന്നൽ, ഒരു തോട്ട്. പിന്നെ അതായത് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ പാഷന്റെ കാര്യം, അതിപ്പോ ഇതില് സാറ് പറഞ്ഞപ്പോ പാഷൻ തന്നെ നമ്മളെ തുടർന്ന് പ്രൊഫഷനാക്കി പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റ് കണ്ടെത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു സംസാരിച്ചത്. പക്ഷേ ഐ മീൻ ഇതുവരെ ഉള്ളിടത്തിൽ മുമ്പ് ഇതുപോലെ ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കിയിരുന്നത്, അതായത് മറ്റേ മിസ്റ്റർ മാം പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രൊഫഷനിൽ നിന്ന് വേറിട്ട് നമ്മളെ എപ്പോഴും എൻഗേജ്ഡ് ആക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പാഷൻ നമ്മൾ കാണേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചടപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈഫ് പ്രഷർ, സ്ട്രെസ്, ടെൻഷൻ ഉണ്ടെങ്കിലും ഈ പാഷൻ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഒരു വില്ലിങ്നെസ് ഉണ്ടാവും. അതുപോലത്തെ ഒരു കാര്യമാവണം പാഷൻ എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോരുത്തരും പാഷനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ ഐ മീൻ ഇപ്പൊ അതുവരെയുള്ള എൻ്റെ ഒരു അറിവ് വെച്ച് പാഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ റീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോ പിന്നെ ഇതിൽ അതുപോലെ പറഞ്ഞിട്ട് അപ്പോ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു പാഷനും കൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഈ റീഡിങ് വെച്ച് പ്രൊഫഷൻ വൈസ് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് ആലോചിച്ചു. പിന്നെ ഈ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ റീഡിങ് അങ്ങനെ ഒരു റീഡിങ് തന്നെ ഒരു പ്രോഫിറ്റ് ആവില്ല. നമുക്ക് വൊക്കാബുലറി ആണെങ്കിലും നോളജ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കൂടി ഇത്ര കാര്യങ്ങളൊക്കെയാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു സജഷൻ അല്ലെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എന്തെന്നറിയോ, ആള് ക്ലാസ് ഫുള്ള് കറക്റ്റ് കേട്ടിക്കുന്നത് മനസ്സിലായി. സത്യം അറിയാം. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അധികം ആൾക്കാരും മെഡിറ്റേഷൻ ഒന്നും ചിലപ്പോൾ ഫുള്ള് കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് മ്യൂട്ടാക്കി വെച്ചിട്ട് വീഡിയോ ഓഫ് ആക്കി എന്തായാലും പണിയിലൊക്കെ കഴിയും. പക്ഷെ ആള് മെഡിറ്റേഷൻ കേട്ടിരിക്കുന്ന ക്ലാസ്സും ഫുള്ള് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞ ഓരോ പോയിന്റും കറക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ആളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം. ദാറ്റ് മീൻസ് ഞാൻ ശരിക്കും പറഞ്ഞത് എന്താ അറിയോ, ഒരു കാര്യം പറഞ്ഞത് അല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റൊന്നല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ഇഷ്ടത്തോടെ ചില സമയത്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ,
ആ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നത് പറയുന്നതാണ് പാഷൻ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ശരിക്ക് ആ കാര്യങ്ങളെ ശരിക്കും നമ്മൾ ഇഷ്ടത്തോടെ ഫ്രീ ടൈം കിട്ടുന്ന കാര്യങ്ങളെ നമ്മളെ പ്രൊഫഷൻ ആക്കി മാറ്റി എന്താ സംഭവിക്കുക അറിയോ? നമ്മൾ എല്ലാ സമയത്തും റിലാക്സ്ഡ് ആയിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് ശരിക്ക് മോണിറ്റൈസ് ചെയ്യാനും പറ്റും. പാഷനെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ചില ആൾക്കാർ നല്ല രീതിയിൽ വരയ്ക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരായിരിക്കും. അവർ വേറെ ഏതെങ്കിലും മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. വെറുതെ ഇങ്ങനെ ചെറുങ്ങനെ വരച്ചു തുടങ്ങി പിന്നെ അവർ ചിലപ്പോൾ റെസിനാർട്ടോ അല്ലെങ്കിൽ ഇപ്പം ക്യാൻവാസുകളിൽ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് വരച്ചു കൊടുക്കുക അങ്ങനത്തെ ഏതെങ്കിലും ഒരു മേഖലയിലായിട്ട് ഇറങ്ങുമ്പോൾ മെല്ലെ മെല്ലെ അതിലിങ്ങനെ വരുമാനം വന്നു തുടങ്ങി. ഇപ്പം കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെക്കാട്ടിലും മുകളിൽ ആ വരുമാനം കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ജോബ് വിട്ടിട്ട് ഫുള്ള് വരയിലേക്ക് ഇറങ്ങും. അപ്പൊ പിന്നെ വൻ ഗ്രോത്ത് ആയിരിക്കും. ഫുൾ ടൈം അതിലേക്കാട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എന്താണ് അവര് ഒരിക്കലും അത് പ്രഷറൈസ്ഡ് ആയിട്ടല്ല വർക്ക് ചെയ്യുക, സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുമല്ലോ. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങള് ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ റിവ്യൂ പറയുന്നത് കേട്ടപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു തരിതരിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ട ആളുകൾക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. നിങ്ങളെപ്പോലുള്ള ആളുകൾ സംസാരിക്കാതിരിക്കരുത്. ദാറ്റ് മീൻസ് എപ്പോഴും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കണം. ഞാനും ഇതേപോലെ ഫസ്റ്റ് ടൈം സംസാരിച്ചത് ഒരു ഓൺലൈൻ സെഷനിലാണ്. ഇതേപോലെ ഒരു ഫ്രീ സെഷനിലാണ് ആദ്യമായിട്ട് സംസാരിച്ചത്. പിന്നീടാണ് മെല്ലെ ഇപ്പൊ സത്യം പറഞ്ഞാല് ആളുകളുടെ മുന്നിൽ നിന്ന് സ്റ്റേജ് മുന്നിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ഗെയിൻ ചെയ്തത് ഇതേപോലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ശരിക്കും നല്ലൊരു എന്താ പറയാ ഒരു ഇപ്പം ട്രെയിനിങ് ഫീൽഡ് ആയിക്കോട്ടെ, കോച്ചിങ് ഫീൽഡ് ആയിക്കോട്ടെ, റിവ്യൂവർ ആയിക്കോട്ടെ, എന്ത് ഫീൽഡിലും തിളങ്ങാൻ പറ്റുന്ന മേഖലയിൽ അത്രയും കൂർമ്മ ശക്തിയും കോൺസെൻട്രേഷൻ പവർ ഉള്ള ആളാണ്. അപ്പൊ അത് നിങ്ങൾ യൂസ് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഒരു നിങ്ങൾ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? അതുകൊണ്ടല്ല, ഞാൻ വരുന്നത് ഒരു മെഡിക്കൽ ഫീൽഡാണ്. അപ്പോ ഈ പാഷനും ഇതുമായിട്ട് അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു കാര്യം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഓക്കെ. അല്ല, അത് എല്ലാ മേഖലയിലും ബന്ധിപ്പിക്കാൻ പറ്റിക്കോളന്നില്ല. കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എവിടെ സ്ഥലം? അല്ല, എന്തായാലും വളരെ ഉപകാരം. പെരിന്തൽമണ്ണ, മലപ്പുറം. താങ്ക് യു. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ എന്താ ചെയ്യുന്നത്? നഴ്സിംഗാ? അതെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? താങ്ക് യു സർ. താങ്ക് യു. വേറെ മുബീന മാം പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ കുറച്ച് ഇവിടെ മക്കളെല്ലാരും ഉള്ള കാരണേ അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. അവരെല്ലാരും ഉള്ള കാരണം ഞാൻ കുറച്ച് കേട്ടോളൂ ക്ലാസ് ഒക്കെ. എന്നാലും അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടപ്പോ ഞാൻ വന്ന് കേൾക്കുന്നുണ്ട് കേട്ടാ. എന്തായാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സത്തേനേക്കാളും അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് ഒന്നുകൂടി സംസാരിക്കാൻ കുറച്ച് കോൺഫിഡന്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാല്ലാ അതൊരു സന്തോഷമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ക്ലാസ്സിൽ ഇരിക്കുക, കേൾക്കുക. എന്തെങ്കിലും പറയാൻ പറയുമ്പോ വേഗം എനിക്ക് പറയാനുള്ളൊരു ഇതൊക്കെ വരിക. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സെറ്റാക്കാം. ഈ ക്ലാസ്സിൽ പറയാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും പറയാൻ പറ്റൂല കേട്ടോ. ഇവിടെ ഇല്ല, ഇനി പേടില്ല. അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമില്ല. മനസ്സിലായ? ഇപ്പൊ എനിക്ക് ഞാൻ കൊറേ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അത് നമുക്കൊരു ആ ഒരു ഇതുണ്ട് കിട്ടിയ പിന്നെ എന്താ പറയാ, നിർത്തൂലെന്നറിയില്ല എന്ന പോലെയാണ്. ഇൻഷാ അല്ലാ ഇനി എന്റെ ക്ലാസ് ഒക്കെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു മാം. താങ്ക് യു. വേറെ ആരെങ്കിലും? മുഹമ്മദ് ഫവാസ്. ഷമീല മാം ഇപ്പം ജോയിൻ ചെയ്താന്ന് തോന്നുന്നല്ലോ, ഇതുവരെ കണ്ടില്ലായിരുന്നല്ലോ. നമ്മളെ ഷമീല മാം വന്നിട്ടുണ്ട്. ഷഹദിയ മാം, ഫാത്തിമ, റസിയ മാം, നഷ്വ, മുംതാസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? മാം പറഞ്ഞു. ഫവാസ്. എനിത്തിങ് എൽസ്? ആർക്കൊന്നുമില്ല തോന്നുന്നല്ലേ? വൈൻഡപ്പ് ചെയ്യല്ലേ? ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടാ. കണക്ട് ആയ സ്റ്റോറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഇങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നന്നാവുന്നോ. ജസർ പറഞ്ഞ പോലെ നമ്മൾ ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ തയ്യാറാണ്. ആർക്കും പ്രശ്നമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ സെഷൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നില്ലേ ആ സാധനം ആരും മൈൻഡിൽ കൊണ്ടെടുക്കരുത്. ഇതൊന്നും കൂടിയാണ് ഒന്നുകൂടെ ചോദിക്കണം, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.
ഇല്ല മാം, ഇന്ന് ലേറ്റ് ആയി. അതൊന്നും കുഴപ്പമില്ല മാം. മാം സാധാരണ ഏറ്റവും നേരത്തെ കയറുന്ന ആളല്ലേ. ഒരു ദിവസം ലേറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന്റെ പേരല്ലേ ഓക്കെ, ആർക്കൊന്നും പറയാനില്ലല്ലോ? ഇല്ല തോന്നണ. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നൈറ്റ്. അസ്സലാമു അലൈക്കും.